വായിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ച് സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുക നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ, വിവിധ ദുഃഖങ്ങളും ലേശവും ധൈര്യം വേണ്ട, ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്നു മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ഉണ്ടു ഭാരം ബലഹീനം, തുമ്പങ്ങളും അസംഖ്യം. രക്ഷകനല്ലോ സങ്കേതം, യേശുവോടറിയിക്കാം. നേത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ, പോയി ചൊല്ലേശുവോടെല്ലാം. ഉള്ളം കയ്യിൽ നമ്മെ കാക്കും, അങ്ങുണ്ടാശ്വാസമെല്ലാം. What a friend we have in Jesus, all our sins and griefs to bear. What a privilege to carry everything to God in prayer. Oh, what peace we often forfeit. Oh, what needless pain we bear. All because we do not carry everything to God in prayer. Have we trials and temptations? Is there trouble anywhere? We should never be discouraged. Take it to the Lord in prayer. Can we find a friend so faithful, who will all our sorrow share? Jesus knows our every weakness. Take it to the Lord in prayer. Are we weak and heavy laden? Come but with the Lord of care. Precious Savior, still our refuge. Take it to the Lord in prayer. Do thy friends despise, forsake thee? Take it to the Lord in prayer. In his arms he'll take and shield thee. Thou wilt find a solace there. Amen. താങ്ക് യു സിസ്റ്റർ ആനി. തുടർന്ന് പ്രയറിന് വേണ്ടിയിട്ട് സിസ്റ്റർ ഗ്രേസ് കുട്ടി ആന്റിയെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസനമായ ദൈവമേ, കർത്താവേ,
ചൊവ്വാഴ്ച സന്ധ്യാസമയം കർത്താവേ സഹോദരിമാരാകും ഞങ്ങളുടെ കർത്താവിന്റെ സന്നിലായിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ കർത്താവ് ഞങ്ങളെ ഹാലലി പരിപാലിക്കുകയും നടത്തുകയും ചെയ്തുള്ള കർത്താവേ, ഞങ്ങളുടെ പാസം കുടുംബം കഴിഞ്ഞ 3 വർഷക്കാലം കർത്താവേ ഇവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തല്ല കർത്താവേ. 3 വർഷക്കാലം കർത്താവേ ഞങ്ങൾക്ക് വേണ്ടുന്ന വചനങ്ങളൊക്കെ തന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹാലലി താശകളും തന്ന കർത്താവിന് മക്കളെ നടത്തുകയോ സ്തുതിക്കുന്ന വാട്ടും നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമായിരുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവരെ പിന്നെ സഹായിക്കുന്ന ബലപ്പെടുത്തണമേ, ആരോഗ്യത്തോടെ കാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കാണ്ട് പോകുന്ന പ്രയാസം കഷ്ടങ്ങളെല്ലാം അവരെ വിടുവിക്കണമേ. അവര് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സാധ്യതയോട് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥിക്കാണ് നിങ്ങളെ അവിടെയും ദൈവം സഹായിക്കും. പ്രാർത്ഥന വിഷയങ്ങളെ കർത്താവ് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കാണ് കർത്താവേ. ഹല്ലേലൂയ. സന്ധ്യാസമയം ഹാലേലൂയ ഹരിക്കുന്ന എല്ലാ സൗര്യമാരും നിലയേൽപ്പിക്കുന്ന കർത്താവേ. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്ധ്യാസമയം എൻ്റെ ഫേവറിനോട് ബന്ധത്തിൽ നിങ്ങളായിരിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവം സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദാസി കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്ന വചനങ്ങളൊക്കെ ഹല്ലേലൂയ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹമായിരുന്നല്ല കർത്താവേ. അതൊക്കെ പറയുവാനുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ അവസരങ്ങളെ ഞങ്ങൾക്ക് തരുന്നു ഓർത്ത് സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ. ആദ്യോടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാവരെയും എല്ലാ സൗര്യമാരെയും കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന വിഷയങ്ങളെല്ലാം നിലയേൽപ്പിക്കാണ് കർത്താവേ. എന്റെ ദൈവം സഹായിക്കണമേ. സഭയാംകുടുംബങ്ങളെല്ലാം അവരുടെ ആവശ്യമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ തരുന്ന കർത്താവേ. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. രോഗങ്ങളുടെ പ്രയാസങ്ങൾ കഷ്ടങ്ങളെല്ലാം എല്ലാവരെയും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്ധ്യാസമയം കർത്താവിന്റെ സാന്നിധ്യം ഉച്ചറിവാനൊക്കിടയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തിക്കാണ് സഹായിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാലോ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു ആന്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങള് സിസ്റ്റർ സ്വപ്നയായിരിക്കും ലീഡ് ചെയ്യുന്നത്. Then over to Swapna. Thank you, ആന്റി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. സ്വാമി സിസ്റ്റർ കുറച്ച് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. ഞാൻ പറയുന്ന കേൾക്കാലോ അല്ലേ? അതുകൊണ്ട് ഇനിയും നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം നമ്മൾ നമ്മുടെ പാസ്റ്റർ ആൻറ്റിയിൽ കൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ച വചനങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാനും പാസ്റ്റർ ആൻറ്റിക്കൊരു നന്ദിയുള്ള വാചകങ്ങൾ പറയാനും എന്താണ് പറയാനുള്ളതെന്ന് ഓരോ സഹോദരിമാരും മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഞാനൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:12-13. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ 3 വർഷത്തെ ആന്റിയുടെ ശുശ്രൂഷയെ നമ്മൾ വിചാരിക്കുവാൻ, അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള അവസരമാണ് ഇപ്പോഴ്. അപ്പം ഓരോ സഹോദരിമാര് സമയങ്ങൾ നഷ്ടമാക്കാതെ ഓരോരുത്തരായിട്ട് ഈ സമയം ഉപയോഗിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് സഹോദരിമാരെ അതിനായി ക്ഷണിച്ചുകൊണ്ട് ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ചൊവ്വാഴ്ചയുടെ ഈ സായനവേളയിൽ പാസ്റ്റർ ആന്റിയോട് സെന്റ് ഓഫിനോട് അനുബന്ധിച്ച് അടിയനെ ജോയിൻ ചെയ്യാൻ ദൈവം സഹായിച്ചതിനായി സ്തുതിക്കുന്നു. പാസ്റ്റർ അങ്കിളിന്റെ ആന്റിയുടെയും ഈ 3 വർഷത്തെ ശുശ്രൂഷാകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമായിരുന്നു. കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അത്രത്തോളം നന്മകള് അനുഗ്രഹങ്ങള് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നു. ദൈവം ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾക്ക് ഭവനം മേടിക്കുവാൻ, വിശാലമായ ഒരു ഭവനം മേടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. അതിനുശേഷം പൈതലിന്റെ വിവാഹം നടക്കുവാനും പിന്നെ തുടർന്നുള്ള അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 2024 അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ തരുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. ഇതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ഇതൊന്നും ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല, കർത്താവിന്റെ സ്നേഹമാകിയാൽ പാസ്റ്റർ ആന്റി എപ്പോഴും ഓരോ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ വിളിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്ത പാസ്റ്റർ ആന്റിക്ക് അങ്കിളിനും ഞങ്ങളോടുള്ള എത്ര നന്ദി പറഞ്ഞാലും അത് വരത്തില്ല. അത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുകയും
ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വേണ്ടുന്ന ആലോചനകളൊക്കെയും പറഞ്ഞു തന്ന ആന്റിയുടെ വചന ശുശ്രൂഷയും പാസ്റ്റങ്ങളുടെ വചന ശുശ്രൂഷ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. പിന്നെയും കർത്താവ് അവരെവിടെയായിരിക്കുന്നു അവിടെയൊക്കെയും കർത്താവിന് ഏറ്റവും പ്രയോജനമുള്ളവരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവ് അവരെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ ബലമുള്ള കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്താൽ അങ്കിളിനെയും കർത്താവ് അധികമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ സാക്ഷി നേടിയിരിക്കുന്നു. ക്രൈസ്തലോടുന്ന സന്ധ്യാസമയത്ത് ബസാന്റിയുടെ കരവിലോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യാത്ര അയക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ അവരെ യാത്ര അയക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖവും പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ പാസ്റ്ററും കുടുംബവും കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ മധ്യത്തിലായിരുന്നു. നമുക്കത് സന്തോഷവും അനുഗ്രഹമായിരുന്നു. ഉള്ള വചനങ്ങളെയൊക്കെ ദൈവം ദാസിൽ കൂടെ നമുക്ക് തന്നതോർത്ത് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാണ്. നമ്മുടെ പാസ്റ്റേ നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ നല്ല വചനങ്ങള് ദാസൻ നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഉള്ള വചനങ്ങൾ ഉള്ള അവസ്ഥയിൽ ഉള്ളതുപോലെ പറയുന്ന ഒരു പാസ്റ്റാണ്. ഒന്നും മറച്ചു വെക്കാതെ, ഉള്ളിലുള്ള ഒന്നും മറച്ചു വെക്കാതെ ഉള്ള കാര്യങ്ങള് വെളിപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ദേവദാസനാണ്. അത് നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷവും അനുഗ്രഹമായിരുന്നു. ഒരു നിഷ്കളങ്ക ഹൃദയമാണ് പാസ്റ്റർക്കുള്ളത്, നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുപോലെ പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ആരാധനകളൊക്കെ ചില ഭാരത്തോടൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മോട് അന്നത്തെ വചനം നമ്മോടാണോ അത് സംസാരിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ അത് സംസാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഉള്ള വചനങ്ങൾ അന്ന് തന്ന് ആശ്വാസത്തോടെ മടങ്ങി വരുവാൻ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിനെല്ലാം നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആന്റിയെ ഞാൻ ആന്റി എന്നാണ് റെസ്പെക്ട് ഉള്ള ബന്ധത്തില് ആന്റിയെ ഞാൻ ആന്റി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസം ഉണ്ട്, എന്നിരുന്നാലും എനിക്ക് ആന്റി എന്ന് വിളിക്കുന്നതാണ് സന്തോഷം. അതുപോലെ ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റി ഒരു സൗമ്യതയും ഒരു താഴ്മയും സൗമ്യതയും ശാന്തതയുള്ള ഒരു വ്യക്തിത്വമാണ്. പാസ്റ്റർ ആന്റി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി താൻ ഏറ്റിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതൽ സമയം ദിവസങ്ങളിൽ വസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ വേദനയിലെ ഭാരത്തിലെ രോഗത്തിലൊക്കെ നമ്മുടെ വിവിധ സാഹചര്യങ്ങളില് നമ്മള് അത് ഓർത്തിരിക്കേണ്ട 14 വിധമാകുന്ന കീവേഡുകൾ നമുക്ക് കോപ്പി എടുത്ത് തന്ന് നമുക്ക് നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലും മലയാളത്തിലും അത് തന്നത് നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കത് വായിച്ച് ആശ്വസിക്കുന്നതിന് നമുക്കിടയായി തീരും. അതിന് ദൈവത്തിന്റെ ദാസിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് പറഞ്ഞു തന്ന ചില വചനങ്ങൾ ഓർക്കുന്നു ഞാന്. പിന്നെ മത്തായി 1-ാം അധ്യായത്തിലെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകള്, ദാവീദ് മുതൽ പ്രവാസം വരെ 14 തലമുറകള്, പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14 തലമുറകള്. ഇതില് ചില സഹോദരിമാരും ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ദാസി നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. സാധാരണ അത് വായിച്ചങ്ങ് വിട്ടുപോകും. പേരുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അതത്ര എടുക്കത്തില്ല, പെട്ടെന്ന് വായിച്ചങ്ങ് പോകും. എന്നാല് ചില സഹോദരിമാരും അതിൽ ഇടം പറ്റിയിട്ടുണ്ടെന്നുള്ളത് കർത്താവിന്റെ ദാസി അത് നമ്മൾക്ക് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് എങ്ങനെയുള്ള സഹോദരിമാർ, നമ്മൾ അവരെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹോദരിമാരാണ്. താമാറ് യഹൂദയുടെ മരുമകളാണല്ലോ, അവളെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. രാഹാബ് വേശ്യായ സ്ത്രീയാണ്. രൂത്ത് മോവാബ്യ സ്ത്രീ, മോവാബ്യരെ 10 തലമുറ പോലും ദൈവസന്നിധിയിൽ കടന്നു വരാനുള്ള അനുവാദം അവർക്കില്ല. അങ്ങനെയുള്ള സഹോദരിമാരാണ് അവിടെ ഇടം പിടിച്ചിരിക്കുന്ന. യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിമാരായിട്ട് ഇവരൊക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ, കർത്താവിന്റെ കരുണ എത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ
വളരെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. നമ്മളെയും ദൈവം ഒരു കാലത്തും കൈവിടുകയില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഇരുന്നാല് നമ്മളെയും ദൈവം ഉയർത്തുവാൻ ശക്തനാണെന്നൊക്കെ ദാസി നമുക്ക് പറഞ്ഞു തന്നത് വളരെ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുപോലെ ടൈപ്സ് ഓഫ് ടങ് 30 ടൈപ്പ് ഓഫ് ടങ്ങുകളെ കുറിച്ച്, നാവുകളെ കുറിച്ച് ദാസ് നമ്മളെ പഠിപ്പിച്ചു. അതൊക്കെ നമുക്ക് സന്തോഷമായിരുന്നു. നമ്മൾ സാധാരണ യാക്കോബ് 3-ാം അധ്യായത്തിൽ പറയുന്ന ആ നാവിനെ കുറിച്ച് അത് മാത്രമാണ് നമ്മൾ സാധാരണ കേട്ടിട്ടും പഠിച്ചിട്ടും ഉള്ളത്. ഞാൻ പഠിച്ചിട്ടുള്ളത് കുറഞ്ഞത് എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവ് ചെറിയ അവയവമെങ്കിലും വളരെ പമ്പ് പറയുന്നു. കുറഞ്ഞത് എത്ര വലിയ കാട് കത്തിക്കുന്നു. അതൊക്കെ വായിക്കുകയും പ്രസംഗം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ 30 നാവുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത് നമുക്കത് അനുഗ്രഹമാണ്. ചിലപ്പോഴൊക്കെ സഹോദരിമാർ അത് ഇടയ്ക്കൊക്കെ അതൊന്ന് വായിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നതിന് അത് നല്ലതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ആന്റിക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിതയ്ക്കുന്നതിന്റെ ഉപമയും ആത്മാവിന്റെ ഫലങ്ങളും ഒരുമിച്ച് പഠിപ്പിച്ച്, ആത്മാവിന്റെ ഫലമായ സ്നേഹം നമുക്കുണ്ടെങ്കിലും മറ്റ് 8 ഫലങ്ങളും നമ്മൾ ഉണ്ട്. ആത്മാവിന്റെ ഫലമായ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ മറ്റ് 8 ഫലങ്ങളും നമ്മളിൽ ഉണ്ട്. നമ്മൾ അതുണ്ടെങ്കിൽ മാത്രമേ നല്ല നിലത്ത് വീണ വിത്തുവിനെ പോലെ 30, 60, 100 മേനി വിളയുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി തന്ന ആന്റിക്ക് വളരെ നന്ദി അറിയിക്കുകയാണ്. ഇത് ഒരുമിച്ചൊന്നും ആരിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ദൈവം വളരെ ആന്റി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സുവിശേഷം നമ്മൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് പറയണം, അവരെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ആദ്യം മുതലെല്ലാം നമ്മൾ എങ്ങനെ പറയണം എന്നുള്ളത് മുഴുവനും ആന്റി അത് പറഞ്ഞു ഞങ്ങൾക്ക് അത് മനസ്സിലാക്കി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആന്റിക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച നടക്കുന്ന ചെയിൻ പ്രയർ, എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന ചെയിൻ പ്രയർ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഇന്ത്യയെ കുറിച്ച് ഒരു റൗണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു, എല്ലാ സ്റ്റേറ്റുകളെയും പറ്റി. തുടർന്ന് അടുത്ത റൗണ്ട് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളെയും ഒരു ബുക്ക് എല്ലാ സൗകര്യമാർക്കും ദാസി തന്നു. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. തിങ്കളാഴ്ച 4 to 4:30 എൻ്റെ ടൈം. ആ സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ഇരിക്കുകയും ആ വിഷയങ്ങളൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഒരു എരിവ് ഇതുമൂലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. അതുപോലെ എൻ്റെ സഹോദരിമാരുടേതായ എല്ലാ ഫെലോഷിപ്പിൻ്റെതായ എല്ലാ നന്ദിയും അനുഗ്രഹങ്ങളും ആശംസകളും കുടുംബമായി ഞങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെയും ആയ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കട്ടെ. പോകുന്ന സ്ഥാനത്ത് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാന് 2 വാക്യങ്ങൾ വായിക്കാം. സംഖ്യ 6:24, 24, 25, 26. യഹോവ ആന്റി അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം ആന്റി മേൽ പ്രകാശിപ്പിച്ച് ആന്റിയോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം ആന്റി മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം ഞങ്ങളെയും അനുഗ്രഹത്തോടെ നടത്തി. ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ കർത്താവ് മറുപടി ഞങ്ങളെ ജയത്തോടെ നടത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റിയുടെയും ഭാഷയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് അനുഗ്രഹവും കോട്ടയായിരുന്നു. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഓക്കെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് ഒരു ആന്റിയെ കുറിച്ച് പറയുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റി ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ആന്റിയായി. ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാല് അതിനെ സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്ത് അതിനെ വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന ആന്റിയുടെ മെസ്സേജ് ഒക്കെ എനിക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുപോലെ ദൈവവചനങ്ങളെ കുറിച്ച് അധികം പഠിക്കുവാൻ ഇടയായി. അതുപോലെ ലാസ്റ്റ് വീക്ക് സംസാരിച്ച പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി ആയിരുന്നു. അതുപോലെ ആന്റിയുടെ ക്വാളിറ്റീസ് എന്ന് നോക്കുമ്പോൾ നല്ല എല്ലാരെയും സ്നേഹിക്കുന്ന, എല്ലാരെയും ഒരേപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആന്റിയ. ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ ഏത് കാര്യവും എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്നതും
എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നുന്നു എന്നെ അധികം സ്നേഹിക്കുന്നതെന്ന്, വേറെ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നുന്നു അവരെ അധികം സ്നേഹിക്കുന്ന, അങ്ങനെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആൻറ്റിയുടെ തോട്ട്സ്, ആൻറ്റിയുടെ സ്റ്റോറി, കഥ, പാട്ട്, ഇതൊക്കെ എനിക്കും അത് അനുഗ്രഹമായിട്ടും സന്തോഷവുമായിട്ടിരുന്നു. ഇന്നും തുടർന്ന് ആൻറ്റിയെ ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ, പോകുന്ന ഇടങ്ങളിൽ ദൈവം അധികമായി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെറു. സന്ധ്യാസമയത്ത് ദിവസത്തില് എനിക്ക് സാക്ഷിയായി ആന്റിയോട് ചേർന്ന് ഒരു സാക്ഷ്യം പറയാൻ ദൈവയുടെ കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റിയെ ഞാൻ കണ്ടിടത്തോളം ആന്റിയുടെ താഴ്മ, ആ സ്നേഹം, അത് എത്ര പറഞ്ഞാലും അത് ഞാൻ പലപ്പോഴും അത് ചിന്തിക്കും. ആന്റിയുടെ ആ താഴ്മ, എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനസ്സ്, പിന്നെ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആന്റി. അതുപോലെ ഞാന് ഇതുവരെയും കണ്ടിട്ടില്ല. അതായത് തിരുവത്താഴ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് വാതിലിൽ വന്ന് എല്ലാവർക്കും സ്നേഹചുംബനം കൊടുക്കുന്ന, ലേഡീസിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം സ്നേഹചുംബനം കൊടുക്കുന്ന ഒരു പതിവ് ഞാൻ ഇതുവരെ ഒരു പാസ്റ്റേഴ്സിന്റെ ആന്റിമാരിൽ നിന്നും കണ്ടിട്ടില്ല. അത് ഞാൻ പലപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അതുപോലെ ചിലവരാണെങ്കിൽ ആന്റി ആരാധന കഴിഞ്ഞിട്ട് ഉടനെ പാഴ്സണൽ ഓടിപ്പോകും. അങ്ങനെയല്ല, ആന്റി നിന്ന് എല്ലാവരെയും കണ്ട് ക്ഷയിക്കാണ്ട് കൊടുത്ത് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് ആന്റി പോകുന്നത്. അതുപോലെ ഏതെങ്കിലും പ്രാർത്ഥന വിഷയം പറഞ്ഞാലും ആന്റി അത് കഴിഞ്ഞ ആഴ്ച അച്ഛയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ മോള് വിളിച്ച് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് ആന്റി പിറ്റേന്ന് തന്നെ വിളിച്ച് ചോദിക്കുകയും അവൾക്ക് കർത്താവ് പരിപൂർണ്ണ വിടുതൽ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും ആന്റി ആ സമയത്ത് പിന്നെ നമ്മളോട് സ്വന്തം ഒരു സഹോദരങ്ങളെ പോലെ, സഹോദരിയെ പോലെ ആന്റി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം ആന്റിയിൽ നിന്ന് കാണുവാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ആന്റിയുടെ ഈ മീറ്റിങ്ങിലൊക്കെയും ആന്റിയുടെ മെസ്സേജ് അത് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. കൂടുതൽ ദൈവത്തോട് അടുക്കുവാനൊക്കെയും പല സന്ദർഭങ്ങളിൽ പല വചനങ്ങൾ കൂടെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ 3 വർഷത്തെ ആന്റിയുടെ ശുശ്രൂഷയില് അനേകം അത്ഭുതങ്ങൾ എൻ്റെ ഭവനത്തില് നടന്നു. ദൈവം നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല. ജോസാന്റെ ജോലിയിലൊക്കെ ദൈവം പല നന്മകളും കാണുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ ജിസയുടെ PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനും അവൾക്ക് നല്ലൊരു ജോലി പെട്ടെന്ന് ലഭിക്കാനും കർത്താവ് സഹായിച്ചു. ആഴ്ചയ്ക്കും അതുപോലെ അവിടെ എഞ്ചിനീയറിംഗ് കോഴ്സില് ദൈവം കൂടെ ഇരുന്നു. കൗൺസിലിങ്ങിന് അവൾക്ക് കൗൺസിലിംഗ് കൊടുത്തു. അതിൽ ആന്റി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആന്റി പലപ്പോഴും പറഞ്ഞത് തിങ്കളാഴ്ച ദിവസം പോയി ഞാൻ ചർച്ചിൽ പോയിരുന്നു പ്രാർത്ഥിക്കുമെന്ന് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി. അതിൽ എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലെ, ജോസാന്റെ ജോലിയിലൊക്കെയും കാണുവാൻ ദൈവം സഹായിച്ചു. ആന്റിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെയും ആന്റി ഓർത്ത് ഞങ്ങൾ ഓർക്കുമ്പോഴൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിക്കും. ആന്റി ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആന്റി എവിടെയായിരുന്നാലും കർത്താവ് ശുഭമായും സുഖമായും ആന്റിയുടെ ശുശ്രൂഷയിലെല്ലാം ദൈവം ആന്റിയെ സഹായിക്കട്ടെ. കുടുംബമായി ദൈവം നിങ്ങളെ ശക്തമായി ഇനി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം. എന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആന്റിയെ കുറിച്ച് പറയുന്നത് ഞാൻ വളരെ സന്തോഷവതിയായിരിക്കുന്നു. ഈ 3 വർഷക്കാലം ആന്റിയുമായി ഇടപെട്ടതിൽ ആന്റി വളരെ സൗമ്യതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും മാത്രമാണ് ആന്റി എന്നോട് മിണ്ടിയിട്ടുള്ളതും സഹകരിച്ചിട്ടുള്ളതും. അനേകം പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ ആന്റിയോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആന്റി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അതെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലും ഒക്കെ ആയി തീർന്നിട്ടുണ്ട്. ആന്റിയുടെ വചന ശുശ്രൂഷയിൽ പല എക്സാമ്പിളുകളൊക്കെ എടുത്ത് ഓരോ മിഷണറീസിനെ പറ്റിയൊക്കെ ആന്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ഞാൻ ഒന്നുകൂടി പഠിക്കുവാനും വചന ശുശ്രൂഷയിൽ എന്നെ തന്നെ ആന്റി പറഞ്ഞ വചനങ്ങൾ എന്നെ തന്നെ
ചില വിഷയങ്ങളിലൊക്കെ ശോധന ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ശോധന ചെയ്യുവാനും, ചില വചന ശുശ്രൂഷയിൽ എന്നെ ഒരുപാട് വചനങ്ങൾ എനിക്ക് ആശ്വാസത്തിനും വിടുതലിനും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. അതിലുപരിയായിട്ട് ലേഡീസ് മീറ്റിങ്ങിൽ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ആൻറ്റി തന്നിട്ടുണ്ട്. വർഷിപ്പ് ചെയ്യുവാനും മെസ്സേജ് പറയുവാനും ഒക്കെ അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതെല്ലാം നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഞാൻ മെസ്സേജ് പറഞ്ഞിട്ടാണെങ്കിലും വർഷിപ്പ് ചെയ്തു കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ആൻറ്റി എന്നെ ഫോൺ വിളിക്കുകയും എന്നെ നേരിട്ട് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻറ്റിയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എല്ലാം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും ഒക്കെ അനുഗ്രഹവും വിടുതലും ഒക്കെ ആയിത്തീർന്നുണ്ട്. പാസ്റ്ററിന്റെ രണ്ടുപേരും ഞങ്ങളോട് വളരെ കുടുംബമായി ഞങ്ങളോട് വളരെ സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു. എല്ലാത്തിനും നന്ദിയോടെ ഞാൻ ഈ സമയം ഓർക്കുന്നു. തുടർന്ന് ആൻറ്റി എവിടെല്ലാം ഏത് സ്ഥാനത്തായിരിക്കുന്നു അവിടെ എല്ലാം അനേക സഹോദരിമാർക്ക് ഒരാശ്വാസവും വിടുതലും ഒക്കെ ആയി തീരുവാൻ ദൈവത്തോട് ഇടയാക്കട്ടെ. സൗഖ്യവും ബലവും ആരോഗ്യവും കർത്താവ് നൽകി കൊടുക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അനേകർക്ക് ഒരു വെളിച്ചമായി പ്രകാശമായി പാസ്റ്ററും ആന്റിയും ആയിത്തീരുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്നും ഞങ്ങളെ ഒത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ സമയത്ത് റാണി സിസ്റ്ററിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ചെയിൻ പ്രയർ ദിവസത്തിലെല്ലാം ഞങ്ങൾ വിളിച്ച് പറയുമ്പോൾ, ഞാൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയി ചർച്ചിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് വിളിച്ച് പറയും, അന്നേരം പ്രാർത്ഥിച്ചോളാന്ന് പറയും. കർത്താവിന് കഴിയാത്തതൊന്നുമില്ലല്ലോ. സ്റ്റീവിന്റെ വിഷയങ്ങൾക്ക്, ഫീസ് വിഷയങ്ങൾക്കെല്ലാം ഞങ്ങൾ വേദനപ്പെട്ട് മനസ്സ് തളർന്നു പോയപ്പോൾ ആ സമയത്തെല്ലാം കർത്താവിന് കഴിവില്ലാത്തതൊന്നും ഇല്ലല്ലോ, എല്ലാം ദൈവത്താൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് ഒരു ആശ്വാസവും മെസ്സേജ് എല്ലാം തരും. ഇവിടെ വന്നാലും ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് സ്നേഹവും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്റ്റെഫിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട്, സ്റ്റീവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അച്ചച്ചനും അതുപോലെ ധൈര്യം കൊടുക്കുവാനും ബലം കൊടുക്കുവാനും എല്ലാം ഞങ്ങൾക്ക് സഹായമായിട്ടും എല്ലാം ചെയ്തിട്ടുണ്ട്. പാസ്റ്ററും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്റ്റെഫിയുടെ വിഷയങ്ങൾ കണ്ടിട്ട് പോകണമെന്ന് ആശിച്ചു. എന്നാ ദൈവത്തിന്റെ പ്രവൃത്തി എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രത്യേകിച്ച് വീണ്ടും സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സ്റ്റീവിന്റെ റിഗാർഡ്സ് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഓരോരോ വിഷയങ്ങൾക്കും പാസ്റ്ററും സിസ്റ്ററും അവനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് ഒരു ധൈര്യവും ബലവും, എപ്പോഴും വന്ന് വചനം പറയുമ്പോൾ കേട്ട് അതിന് ഒരു കൺഫസ് ചെയ്യുവാൻ എനിക്കൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരോടും സ്നേഹിക്കണം, അങ്ങനത്തെ ഒരു ഉൾമനസ് റാണി സിസ്റ്ററിനെയും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ എല്ലാവരോടും പറയും, ഇങ്ങനെ വചനം പറഞ്ഞു, നമുക്ക് മാറണം, നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നന്ദി പറയുന്നു. വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ. പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ, പ്രിയപ്പെട്ട അമ്മാമ്മയെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാനൊക്കെ എന്റെ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് എന്റെ പിതാവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഒത്തിരി അമ്മാമ്മയുടെ അടുത്ത് ഒത്തിരി പഴകിയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളം ആവുന്നേ ഉള്ളൂ. എന്നാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അമ്മാമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒന്നാമതായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ അമ്മാമ്മയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ചെയിൻ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ ചിലപ്പോൾ അതൊരു 2:45 സമയമായിരിക്കും, ചിലപ്പോൾ അതൊരു 3 മണിയായിരിക്കും. എന്നാൽ പോലും ആ ഒരു പ്രഭാതത്തിൽ ആ ഒരു ചെയിൻ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അമ്മാമ്മ തന്നെ അത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഒരാഴ്ച പോലും അത് മുടങ്ങാതെ ആ ഒരു 3-4 മിനിറ്റ് അമ്മാമ്മയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് ആ പ്രാർത്ഥനയ്ക്കകത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് ഉള്ളപ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് ആ പ്രേയറിനകത്ത് പലപ്പോഴും തടസ്സങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മാമ്മയെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു ദിവസം പോലും അതിലൊരു മാറ്റം ഉണ്ടാകാതെ ആ ദിവസം ആ പ്രാർത്ഥിച്ച അമ്മാമ്മ തന്നെ അത് തുടങ്ങുന്ന ആ ഒരു നല്ല ആ ഒരു ദർശനം, ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് അതിനകത്ത് കാണാൻ പറ്റി. നിങ്ങൾ ഈ നല്ല പ്രവർത്തിയെ
ആരംഭിച്ചു കർത്താവിന്റെ വരവോളം അത് തുടരട്ടെ എന്ന് പറഞ്ഞ പോലെ അമ്മാമ്മയുടെ കർത്താവ് കൊടുത്തിരിക്കുന്ന ആ ഒരു വലിയ ആ ഒരു തീഷ്ണതയ്ക്കായിട്ട്, ആ ഒരു ദൈവകൃപയ്ക്കായിട്ട് പിതാവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ഞാൻ അങ്ങനെ അധികം ആരോട് ഷെയർ ചെയ്തിട്ടുന്നില്ല. അന്ന് അങ്ങനെ അമ്മാമ്മ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അതിവിടെ ഷെയർ ചെയ്യുന്നത്, എങ്ങനെ ഈ രക്ഷയിലേക്ക് വരാനിടയായി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ അമ്മാമ്മ അത് കേൾക്കാനും ഉടനെ തന്നെ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നമുക്കത് സാക്ഷ്യമാക്കണം, അത് നമ്മുടെ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ അത് പറയണം. അങ്ങനെ പറഞ്ഞ് എന്നെ അതിന് കൂടുതലായിട്ട് എന്നെ അതിന് ഒരുക്കിയെടുക്കാനും പിന്നീട് അത് ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ആ സാക്ഷ്യം പറയാനുള്ള ഒരു അവസരമൊക്കെ എനിക്ക് ലഭിക്കാനിടയായി. അതുപോലെ തന്നെ കേൾക്കുന്ന ദൈവവചനം എനിക്ക് ഓരോ ദിവസവും അനുഗ്രഹം. പ്രത്യേകിച്ച് ലാസ്റ്റ് സമയങ്ങളിൽ അമ്മാമ്മ പ്രസംഗിച്ച് എങ്ങനെ സുവിശേഷം മറ്റുള്ളവരോട് പറയണമെന്നുള്ളത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ അത് ടച്ച് ചെയ്തെന്ന് പറയാൻ അതുപോലെയുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായത്. കാരണം എൻ്റെ മനസ്സിലെ ഒരു ചിന്തയായിരുന്നു, എങ്ങനെ ഒരാളെ കണ്ടാൽ എങ്ങനെ സുവിശേഷം പറയും, എങ്ങനെ അവരത് എങ്ങനെ ഉൾക്കൊള്ളും, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് എന്താണോ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചത് അതേ രീതിയിൽ അത് എങ്ങനെ ആയിരിക്കണം എന്ന് അമ്മാമ്മ അത് പറഞ്ഞു തരാനിടയായി. ഇതെല്ലാം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററുടെ അമ്മാമ്മയുടെ ഒക്കെ ശുശ്രൂഷ ഞങ്ങൾ ഇവിടെ വന്ന ഈ കാലയളവിലൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. തുടർന്നും കർത്താവ് എവിടെ ദൈവമക്കളെ ആക്കുന്നു അവിടെ എല്ലാം ഒരു അനുഗ്രഹമായി തീരാൻ, അതിലുപരി ആയുസ്സും ആരോഗ്യവും കർത്താവ് നൽകാൻ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികളെല്ലാം ഉടനെ തന്നെ എല്ലാം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാം കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ ഞാൻ നിർത്തും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ സമയത്ത് പാസ്റ്റർ ആന്റിയെ കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന കൃപകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം പാസ്റ്റർ ആന്റിയുടെ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസമായി തീർന്നു. അനേക ദൈവവചനങ്ങൾ കേൾക്കുവാനും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ കർത്താവ് പാസ്റ്റർ ആന്റികളുടെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിപ്പാനും പല വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങള് പാസ്റ്റർ ആന്റിയുടെ പറഞ്ഞ വിഷയങ്ങളൊക്കെയും ആ സമയത്തൊക്കെയും പാസ്റ്റർ ആന്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. കഴിഞ്ഞ വർഷം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഭവനത്തിലായിരുന്ന സമയത്ത് പാസ്റ്റർ ആന്റി ഞങ്ങളോടൊപ്പം കടന്നു വന്ന് ഞങ്ങളുടെ വിഷയത്തിന് ഞങ്ങളോടുകൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഞങ്ങൾ നന്ദിയോടെ പാസ്റ്റർ ആന്റിക്ക് നന്ദി പറയുന്നു. പൈതലിന്റെ വിവാഹം പാസ്റ്ററിനും പാസ്റ്റർ ആന്റിക്കും വളരെ ആഗ്രഹമായിരുന്നു. പൈതലിന്റെ വിവാഹം നടക്കണമെന്നും അവരൊത്തിരി ഒരു ആലോചനയൊക്കെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ അവർ പാസ്റ്ററിനും പാസ്റ്റർ ആന്റിക്കും വളരെ ആഗ്രഹമായിരുന്നു പൈതലിന്റെ വിവാഹം നടക്കണമെന്ന്. ദൈവത്തിന്റെ ഹിതപ്രകാരം അത് അവർ പോകുന്നതിന് മുന്നേ തന്നെ വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത വിഷയങ്ങൾക്കൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഞങ്ങളോടൊപ്പം ഒത്തിരി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പൈതലിന്റെ ഓരോ വിഷയത്തിലും കർത്താവിന്റെ ദാസിയും പാസ്റ്ററും ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുപരിയായി കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ ഭവനത്തിന് വെള്ളം കയറിയ സമയത്തൊക്കെയും പാസ്റ്റർ കഴിഞ്ഞ വർഷം അതിലെങ്കിൽ വർഷം പാസ്റ്റർ അമേരിക്കയിൽ നിന്ന് വന്ന അന്ന് രാവിലെ തന്നെയാണ് ഞങ്ങളുടെ ഭവനത്തിൽ വെള്ളം കയറിയത്. ആ സമയം തന്നെ പാസ്റ്റർ കാറും കൊണ്ട് വന്ന് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയും കഴിഞ്ഞ വർഷമാണെങ്കിൽ അതുപോലെ സമയത്ത് പാസ്റ്റർ വന്ന് കാറും കൊണ്ട് വന്ന് എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അത് പുറകിലാണ് ബിൻസിയൊക്കെ വന്നത്. എന്നാലും ഞങ്ങള് ഒത്തിരി ദിവസങ്ങൾ അവിടെ ആയിരുന്നു. ആ ദിവസങ്ങളൊക്കെ അവരോടൊപ്പമുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. പാസ്റ്റർ ആന്റിയിൽ നിന്ന് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെയും പഠിക്കുവാനും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ കൃപകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളൊക്കെയും ഓരോ വിഷയം പറയുമ്പോഴും പാസ്റ്റർ ആന്റി ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കും. ചില വിഷയം പറയുമ്പോൾ ആ സമയം തന്നെ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസമായി തീർന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരിക ബലഹീനരായിരുന്ന സ്ഥാനത്തൊക്കെയും ഭവനത്തിൽ കടന്നു വരികയും ഹോസ്പിറ്റലിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനൊക്കെ ഞങ്ങൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പാസ്റ്റർ ആന്റി എവിടെ കടന്നു പോയാലും ആ സ്ഥാനത്തൊക്കെയും കർത്താവ് പാസ്റ്റർ ആന്റിയെ താങ്ങി നടത്തട്ടെ. ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ പാസ്റ്റർ ആണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. വചനങ്ങളെ വീട്ടില് പലപ്പോഴും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദിവസങ്ങളിലൊക്കെ ഉണ്ട്. പലപ്പോഴും വാക്കിങ്ങിന് അതിലേക്കൂടെ പോകുന്ന സമയത്ത് ചുമ്മാതാണെങ്കിലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി വന്ന് ചില സമയത്ത് ഇരിക്കും, ചില സമയത്ത് വാതിൽ വന്ന് നിന്നിട്ട് വിവരങ്ങൾ അന്വേഷിച്ചിട്ട് കടന്നു പോകാറുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആശ്വാസമായി തീർന്നു. തുടർന്നും എവിടെയായിരുന്നാലും കർത്താവ് കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യം തരുന്നുള്ളൂ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയത്ത് പാസ്റ്റർ ആന്റിയുടെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് പാസ്റ്റർ ആന്റിയെ കുറിച്ച് 2 വാക്ക് പറയാൻ ദൈവം എനിക്കൊരുക്കി തന്ന വലിയൊരു കൃപയ്ക്കായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു.
കഴിഞ്ഞ 3 വർഷവും ദൈവത്തിന്റെ കൃപയാൽ പാസ്റ്ററും ആന്റിയും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ആന്റി വന്ന് എല്ലാ മൺഡേയും പോയിട്ട് എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്ന് ആന്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് വേണ്ടിയും ആന്റി പ്രാർത്ഥിച്ചു. അതിന്റെ ഒരു ഫലമായി എനിക്ക് എന്റെ വിവാഹം നടക്കുവാനും ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് ദൈവ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു സ്ഥലം ദൈവം ഞങ്ങൾക്ക് ദാനമായി തരുവാനിടയായി. അത് പ്രത്യേകിച്ച് ഞങ്ങള് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ 3 പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് പാസ്റ്റർ 2 പ്രാവശ്യം ഞങ്ങൾക്ക് പാർസനേജിൽ ഇരിപ്പാനും ഇരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് പാസ്റ്ററിന്റെ കൂടെ ഒത്തിരി സമയം ചെലവഴിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെയ്ക്കും ഒരു പാസ്റ്ററിന്റെ കൂടെ ഇതുവരെയ്ക്കും ഇത്രയും ദിവസം ഒന്നും താമസിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പാസ്റ്ററിന്റെ കൂടെ താമസിപ്പാനിടയായി. പ്രത്യേകിച്ച് അത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. കുറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ആന്റിയുടെ കൂടെ കിച്ചണിൽ ഞാൻ കയറി ഓരോന്ന് ചെയ്യാൻ നേരം എനിക്ക് ഒത്തിരി ആന്റിയുടെ ഓരോ എല്ലാ കാര്യങ്ങളും ആന്റി ചിരിച്ചുകൊണ്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആന്റിയുടെ ആ സ്മൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ സ്മൈൽ എപ്പോഴും ആന്റി കണ്ടിന്യൂ ചെയ്യണം. അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ തരും. ആന്റി ഹംബിൾനെസ്സോടെ എല്ലാ കാര്യവും സൗമ്യതയോടെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ആന്റി ഭയങ്കര പെർഫെക്ഷനിസ്റ്റാ. ഭയങ്കരമായിട്ട് എല്ലാ കാര്യവും ചിട്ടയായിട്ട് കറക്റ്റായിട്ട് ചെയ്യും. അത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ലൈഫിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ കാര്യങ്ങൾ, ഒരു കുടുംബമാണ് എങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെ ഒത്തിരി പഠിക്കാൻ എൻ്റെ ആന്റി കൂടി പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരം ഞാൻ ആന്റിയോട് പറഞ്ഞായിരുന്നു. പിന്നെ ആന്റിയുടെ പ്രയർ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനിയും ആന്റിയും അങ്കിളിനെയും എവിടെയൊക്കെ പോയാലും ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൊണ്ട് സാക്ഷ്യം നിൽക്കുന്നു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ആന്റിയെ കുറിച്ച് 2 വാക്ക് പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ആന്റിയും പാസ്റ്ററിനെ കുറിച്ച് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് വരുന്ന എപ്പോഴും നൈറ്റ് ടൈമിലാണ്. അപ്പനും അമ്മയോടും ഞങ്ങള് മക്കള് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയും. അതുപോലെ തന്നെയാണ് ഒരപ്പനും അമ്മയോടും പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളുടെ കഷ്ടങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം പറയുന്ന. അത് കേട്ട് പാസ്റ്റർ ആന്റി അവരുടെ പഴയ കാര്യങ്ങൾ പറയുകയും ഞങ്ങൾക്ക് അതൊരു പ്രയോജനമായി തീരുവൊക്കെ ചെയ്തിട്ടുണ്ട്. അനേകം വിഷയങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ പറഞ്ഞ ആന്റി അത് തിങ്കളാഴ്ച ടൈമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയാക്കി. 1-2 പ്രാവശ്യം ആന്റിയുടെ കൂടെ മൺഡേ പോയി എനിക്കും പ്രാർത്ഥിക്കുവാന് ഇടയാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹമായിരുന്നു. എല്ലാ സൺഡേയിലും പാസ്റ്റർ സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോൾ അതിലൊരു വാക്യം ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്, അത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പലപ്പോഴും ഞാൻ പാസ്റ്ററിനോട് അത് പറയും, പാസ്റ്റർ ഇന്നത്തെ ദൂത് എനിക്ക് വേണ്ടിയുള്ളതാണെന്ന്. കാരണം അനേക പ്രയാസങ്ങളും ഭാരങ്ങളുമായിട്ടായിരിക്കും ചില സമയത്ത് വന്ന് അവിടെ ഇരിക്കുന്നത്. എന്നാൽ ആ വചനം എന്റെ കുടുംബത്തിന് ഒരു ആശ്വാസമായിരുന്നു. അവർ പോകുന്നിടത്ത് അവർക്ക് അനേകർക്ക് ഒരു അനുഗ്രഹ വിഷയമായി കർത്താവ് അവരെ തീർക്കട്ടെ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാക്കി യോഹന്നാനെ തീർത്തതുപോലെ. മിനി കേൾക്കുന്നില്ലല്ലോ, കേൾക്കുന്നില്ല മിനി, കേൾക്കുന്നില്ലല്ലോ. ആന്റി കേൾക്കുന്നുണ്ടല്ലോ. ആന്റിക്ക് അവിടെ കേൾക്കാൻ വയ്യോ? നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ആന്റി. ഓക്കെ മിനി കണ്ടിന്യൂ, യു ക്യാൻ കണ്ടിന്യൂ. ആന്റി കേൾക്കാമോ? ആന്റിക്ക് കേൾക്കുന്നില്ല. നെറ്റിന്റെ പ്രോബ്ലം ആന്റിക്ക് കേൾക്കുന്നുണ്ടോ ആന്റി? ഇല്ല, കേൾക്കുന്നില്ല കേട്ടോ. നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. സോമി സിസ്റ്ററും ദേശക്കുട്ടി ആന്റിയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷെ മിനി പറഞ്ഞത് ഞാൻ കേട്ടില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സംസാരിച്ചൊക്കെ കേൾക്കാൻ പറ്റും. ഓക്കെ, സാരമില്ല, കണ്ടിന്യൂ ചെയ്തോട്ടെ. വരും ദിവസങ്ങളിൽ ആന്റി പാസ്റ്ററും പോകുന്നിടത്ത് അനേകർക്ക് ഒരു പ്രവാചക ശബ്ദമാക്കി കർത്താവ് പാസ്റ്ററിനെയും ആന്റിയും തീർക്കട്ടെ. അവരുടെ ശുശ്രൂഷ അനേകർക്ക് ഒരു ആശ്വാസമായി
ഒരു വിടുതലായി തീരുവാന് ഞാൻ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കും. വരും ദിവസങ്ങളിൽ ഈ സ്നേഹബന്ധം അന്ത്യം വരെ നിൽക്കുന്നതാകയാല് ആ സ്നേഹബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോവാൻ കർത്താവ് ഇടയാക്കിയിട്ട് ആന്റിയും പാസ്റ്ററും ഇവിടുന്ന് പോയാലും വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് നമ്മുടെ ഇടയിൽ കർത്താവിന് കാവലായിരിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങൾ പാസ്റ്ററിനെ ആന്റി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ സമയം തന്നു വായിക്കുന്നു. എന്റെ ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ സന്ധ്യാസമയം എനിക്കും ഒരു സാക്ഷി പറയുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നല്ല കൃപയ്ക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പാസ്റ്ററും അമ്മാമ്മയും വരുന്നതിന് മുൻപ് ഷിൻഡുവിന്റെ ഒരു കസിൻ പറഞ്ഞായിരുന്നു, ബഹുമിടിക്കുകയാണ് പാസ്റ്റർ ആന്റി, നിങ്ങൾക്ക് വരുന്ന പാസ്റ്റർ ആന്റി ബഹുമിടിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ പാസ്റ്ററും ആന്റിയും ചർച്ചിൽ വരികയും ആ കസിൻ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലും സഭയിലും എല്ലാം ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ എല്ലാ സഹോദരിമാർക്കും അതൊരു ഹൃദയം തുറന്നു പറയാനുള്ള ഒരു അവസരം ആന്റിയിൽ കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ ഞങ്ങൾക്കൊന്നും ഇത്രത്തോളം പ്രാർത്ഥിക്കാനോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനോ ഒന്നും ഒരു കൃപയുണ്ടായിരുന്നില്ല, ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പാസ്റ്റർ ആന്റി വന്ന് ഓരോ മീറ്റിംഗ് നടത്തുകയും പ്രാർത്ഥിക്കാൻ ഇന്ന വിഷയങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയും പിന്നെ അതിലുപരി പാസ്റ്റർ ആന്റിയുടെ വചനങ്ങൾ കേൾക്കുകയും പാസ്റ്റർ ആന്റിയുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് ആ വചനങ്ങൾ കേൾക്കുവാനും വചനം പഠിപ്പാനും ദൈവം നല്ല അവസരം ഒരുക്കി തരികയും ഞങ്ങൾക്ക് തന്നെ ഒരു നല്ല ബലം കിട്ടി. ആന്റി വന്ന് ശുശ്രൂഷിച്ചതിന് ശേഷം എനിക്ക് അത്രേ പറയാനുള്ളൂ. പലപ്പോഴും മിനി പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഭാരപ്പെട്ട് കടന്നു വന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആന്റിയുടെ വചനങ്ങളെല്ലാം വളരെ ആശ്വാസമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാസ്റ്ററും കുട്ടികളെയും മുതിർന്നവരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ ആശ്വാസം അതിൽ പ്രാപിച്ചിരിക്കുന്ന ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ അത് അവരുടെ അനുഭവത്തിൽ കൂടിയാണ് അവർ പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തർ അത് ഏറ്റെടുത്ത് അതിന് പ്രകാരം നമ്മൾ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണം. അപ്പൊ ഷിൻഡു ആണേലും പറയും അത്ര സഹിഷ്ണുത സഹിച്ചാണ് ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത്. അമ്മാമ്മയ്ക്കൊക്കെ അതിൻ്റെതായ വലിയ പ്രതിഫലം കിട്ടും. അപ്പൊ ഞാൻ പറയും ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തതൊക്കെ വെച്ച് കേൾക്കുമ്പോൾ, അവരുടെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, കുട്ടികളോട് പറയുന്നത്, മുതിർന്നവരോട് പറയുന്നത്, അതൊക്കെ എനിക്ക് വളരെ ആശ്വാസം, അത് എനിക്ക് വളരെ തൃപ്തിയുമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എനിക്കതൊരു എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ആന്റി ആദ്യം 91 സങ്കീർത്തനം പറഞ്ഞതും അതെല്ലാം എൻ്റെ ജീവിതത്തിൽ അതിലുപരി ഫിലിപ്പിയർ ലേഖനം എടുത്തത്. പിന്നെ എനിക്ക് ഒരാളോട് സുവിശേഷം പറയുന്നത് അതെങ്ങനെയാണെന്ന് എനിക്ക് മൊത്തം കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പല തടസ്സങ്ങളാണ് എനിക്ക് നേരിട്ടത്. വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നൊരു കേൾക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അതെന്താണ് എനിക്ക് കേൾക്കാൻ അത്രത്തോളം കഴിഞ്ഞില്ല. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏത് ദേശത്ത് പോയാലും കുടുംബമായി അവർ എഴുന്നേറ്റ് പ്രകാശിക്കണം. ആ പ്രകാശം ഓരോ ദിവസം അവരുടെ മേൽ ഹല്ലേലൂയ ഏറ്റവും മഹിമയോടെ തേജസ്സോടെ നിലനിൽക്കുവാനുള്ള കൃപ ഓരോ ദിവസവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇത്രയും ഒരു വളരെ അത്രയധികം ഞാൻ ഒരു പാസ്റ്റർമാരുടെ ഭാര്യമാരോട് അധികം സംസാരിച്ചില്ല. പക്ഷെ ആന്റിയോട് ഞാൻ വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ വിനയത്തോടും താഴ്മയോടും ഒരു മനുഷ്യന്റെ ഒരു കാര്യം പറയത്തില്ല. ആ ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണ്. അതൊക്കെ എനിക്ക് ഒരു പാഠമായിട്ട് തോന്നുന്നു. ആരെയും കുറ്റപ്പെടുത്തത്തില്ല, ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയത്തില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമാണ് കണ്ടിട്ടുള്ളത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏത് ദേശത്തും പോയാലും ആന്റിയെ മാനിക്കും, ആന്റിയെ ദൈവം മാനിക്കും. മേൽക്കുമേൽ ഇനിയും കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഇരുന്നോളുന്നു. നാമമായിട്ടുണ്ടാകട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റ് 3 years പാസ്റ്റർ ആന്റിയുടെ ശുശ്രൂഷ എന്റെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായിരുന്നു. ആത്മീയ വർധനത്തിന്റെ കാരണമായി തീർന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പാസ്റ്റർ ആന്റിയുടെ ഓരോ വചന ശുശ്രൂഷ എന്നെ വളരെയധികം എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കറിയാം എന്റെ എല്ലാ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ ആന്റിയുടെ ശുശ്രൂഷ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്റെ ഓർമ്മ ശരിയാണ്. ഐ തിങ്ക്
മെയ് 31st 2023 ഞാൻ വളരെ ഭാരപ്പെട്ട ഒരു ദിവസമാണ് വന്നായിരുന്നു പാസ്റ്റർ ആൻറ്റി പ്രസംഗിച്ച് സ്കൂൾ ഓഫ് ഗോഡ്. അതെന്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ എൻകറേജ് ചെയ്തു, എന്നെ ആത്മീയമായിട്ട് വളരെയധികം എന്നെ കംഫർട്ട് ചെയ്ത ഒരു പ്രസംഗമാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, നിങ്ങൾ ഒരു ധൈര്യമുള്ളവരായിരിക്കാം. ഈ പ്രസംഗം എന്നെ വളരെയധികം ആശ്വസിപ്പിച്ച ഒരു പ്രസംഗമാണ്. അങ്ങനെ ആത്മാവിന്റെ ഫലം പല പ്രസംഗങ്ങൾ എന്നെ വളരെയധികം ദൈവത്തോട് അടുക്കുവാനും വളരെ എൻകറേജ് ചെയ്ത് ആന്റിയുടെ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആന്റി പ്രസംഗിക്കുന്ന അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ഒരാള ആന്റിയുടെ ശുശ്രൂഷ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ പാസ്റ്ററുടെ പല പ്രസംഗങ്ങൾ ഞാൻ പല ചോദ്യങ്ങളുമായിട്ട് സഭായോഗത്തിൽ പോയിരിക്കുമ്പോൾ എന്റെ ചോദ്യത്തിന് അതുപോലെ തന്നെ ഒരു ആൻസർ പാസ്റ്റർ തന്റെ പ്രസംഗത്തിൽ പറയും. 2 പ്രാവശ്യം തന്നെ സംഭവിച്ചു. ദൈവാത്മാവിനോട് സംസാരിച്ച പല സന്ദർഭങ്ങളുണ്ട്, എന്നെ ചെയ്ത സന്ദർഭങ്ങളുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ആന്റി പാസ്റ്ററെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ശക്തമായി ജനങ്ങളുടെ വിടുതൽക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, ആത്മീയ വർധനത്തിന് വേണ്ടി കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തട്ടെ. ആശ്വസിപ്പിച്ച് വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് എഴുതുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടി കൂടുവാൻ തക്കോണം ദൈവം സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യാണ്. പ്രത്യേക ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്റി ഒത്തിരി വിനയമുള്ള ഒരാളാണ്. അതിലുപരിയായിട്ട് എനിക്ക് മനസ്സിലായത് ഒത്തിരി ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആന്റി ആഴ്ചയിൽ ഒരു ദിവസം, അതായത് മൺഡേ താഴെ ചർച്ചിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആന്റിയോട് ഷെയർ ചെയ്യും. ആ വിഷയമൊക്കെ ആന്റി സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ മൂത്ത പൈതലിന്റെ ജോലിയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ ആന്റിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു, അതിന് മറുപടി ലഭിക്കാനിടയായി. അതൊക്കെ ആന്റിയോട് പറഞ്ഞു, ആന്റി ഇതുപോലെ ഈ വിഷയത്തിന്മേൽ മറുപടി ലഭിച്ചു, പൈതലിന് ജോലി ലഭിക്കാനിടയായി എന്നൊക്കെ. അങ്ങനെ എല്ലാ വിഷയങ്ങളും ഷെയർ ചെയ്ത് അതിനുള്ള മറുപടിയൊക്കെ ലഭിക്കുമ്പോൾ എല്ലാം ആന്റിക്ക് ഇവിടെ ഞാനിത് പറയുമായിരുന്നു. അതുപോലെ ആന്റിയുടെ വചന ശുശ്രൂഷ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ദൈവത്തോട് ഇത്രയും അടുത്തിരിക്കുന്ന ഒരു ജാതി വേറെ ഏതുള്ളൂ എന്നുള്ള ആ മെസ്സേജ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. അതുപോലെ ആന്റിയുടെ പ്രാർത്ഥനാ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. ഒരു പാസ്റ്റർ ആന്റിക്ക് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോളിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു താലന്ത് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് അത് എനിക്കും ആയിക്കൂടാ? എനിക്ക് കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അച്ഛൻ രാവിലെ പോകുമല്ലോ, അപ്പൊ ആ ഒരു ദിവസം ഫുള്ള് ഞാൻ ഫ്രീ ആണ്. അപ്പൊ എനിക്കും അത് ഇൻസ്പയർ ആയി. ഞാൻ പെട്ടെന്ന് വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിൽ കൂടെ തന്നെ ദൈവം എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളും അതിശയങ്ങളും അതുപോലെ ദൈവം വചനത്തിലൂടെയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ പാസ്റ്ററുടെ ഒരു മെസ്സേജ്, ഒരു സൺഡേ മെസ്സേജ് അപ്പോസ്തല പ്രവൃത്തിയിൽ വചനം സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അത് ഞാൻ ഒത്തിരി ഡൗട്ടോടെ ഒരു ദിവസം ആരാധനയ്ക്ക് വന്ന ദിവസമായിരുന്നു വചനത്തെ കുറിച്ച്. അതെനിക്ക് ആ ദിവസം ഒത്തിരി ക്ലിയർ ആയി. അന്ന് എഴുന്നേറ്റ് ഞാൻ സാക്ഷി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹമായിരുന്നു ആന്റിയുടെയും പാസ്റ്ററുടെയും ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ ഒന്നും കൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തായിരിക്കണം, ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ കേൾക്കും, ആ വിഷയമൊക്കെ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാകുവാനും അതുപോലെ തന്നെ അനുകരിക്കുവാനും എല്ലാം ദൈവം എന്നെ സഹായിച്ചു. ശാരീരികമായ പല ബലഹീനതകളൊക്കെ വരുമ്പോഴും പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവം എന്നെ ബലപ്പെടുത്തി. അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ പ്രയർ ഒത്തിരി എനിക്ക് സന്തോഷമായിരുന്നു. കറക്റ്റ് ആ സമയം തെറ്റാതെ തന്നെ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി. അതുപോലെ ആന്റിയുടെ VBS സോങ്സ്, ആ മെസ്സേജ് ഒക്കെ ഒത്തിരി നല്ലതാണ്. അതൊക്കെ ഒത്തിരി അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. തുടർന്നും ആന്റി എവിടെ ആയിരിക്കുന്നു അവിടെ ദൈവം ആന്റിയെ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കല്യാണം നടക്കാനുണ്ട്. ആന്റി അതിന് വരണം. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു. ആന്റി പാസ്റ്റർ ഇരിക്കുമ്പോൾ അർപ്പിത്തിന്റെ വിവാഹത്തിന് വേണ്ടി ആന്റിയും പാസ്റ്ററും ആലോചിച്ചായിരുന്നു. അത് ദൈവത്തിന്റെ സമയമായില്ലെന്ന് തോന്നുന്നു. ആന്റിയും പാസ്റ്ററും തീർച്ചയായും ഒന്ന് സഹകരിക്കുന്നു ഞങ്ങൾക്കറിയാം. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ബാംഗ്ലൂരും കടന്നു വരുന്നതായിരിക്കും. ആന്റിയും പാസ്റ്ററും വീണ്ടും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി. Praise the Lord.
I thank God for giving me this wonderful time to thank Pastor Auntie and Pastor Uncle. You past 3 years, your presence was really a blessing in our life. And I'm really proud to say that, Auntie, you are a strong, beautiful, humble, courageous woman of God. And thank you for sharing your thoughts from the Word of God, teaching us how to stand strong, stay strong, and speak to others the way that you had showed the example through your life, that how we have to mingle with others, the humbleness. I love the way that she calls me. That's really a thing comes in our life. And one other thing is, thank you for treating us as your own children, and thank you for spending your days and night for praying for us. And all your prayers are the only one that made us stand strong in these days. And thank you for giving us space to speak. Actually, I have never done anything like giving a speech before others or saying a testimony. I've never done, but in your presence in these 3 years, God has really helped me to come forward and do that. And one other thing is your PYPA, your programs, the structure of the Bible, that is 5:12, 5:12, 5:12, Old Testament, and the New Testament 4:1, 21:1. So easily we could memorize that, and that was really a blessing for us. And thank you for all the hours for organizing, planning all the events for our spiritual growth. And wherever you go, Pastor Auntie and Uncle, both you may I pray that you will be a blessing for everyone, and may God bless you wherever you are. May God give you good strength, good health, and provide all your needs. Even when you have many problems or things, you have never kept that before people, with your smiling face, and with the hug that you give every Sunday after the prayer meeting. All that are something special from you. That makes a special person. I really thank Auntie for everything for that you have done us and led us in a spiritual way. Thank you, Auntie. God bless you in the coming days. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം പാസ്റ്റാൻഡിയെ കുറിച്ച്, പാസ്റ്റാൻഡി ഇന്ന് എന്നേക്കാൾ വളരെ ചെറുപ്പമാണ്, എന്നാലും ഞാൻ പാസ്റ്റാൻഡി എന്നാണ് വിളിക്കുന്നത്. ആൻറ്റി ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ആൻറ്റിയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും ഒരുപോലെ ഇടപെടുകയും ചെയ്യുകയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ആരുടെയും കുറ്റം പറയും, ഒരു മനുഷ്യന്റെയും ഒരു കുറ്റം പറഞ്ഞു കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ ഉടമയാണ്. ഇങ്ങനെയൊക്കെ അധികം മതഭാര്യമാരെ കിട്ടുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവ അത്ഭുതകരമായി കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നു. നമുക്ക് സഭയായ എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഏതൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാലും ആ വിഷയം ഓരോരുത്തർ സാക്ഷി എഴുന്നേറ്റ് പറയുമ്പോൾ, പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ അത് ഉടനെ തന്നെ കുറിച്ചിട്ട് ആ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ആൻറ്റിയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയുവാനുള്ളൂ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൻറ്റി. ഇവിടുന്ന് പോകുന്നതിൽ പ്രയാസമുണ്ടെങ്കിലും കർത്താവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ തീർച്ചയായും അവരെവിടെ പോയാലും അവരുടെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആൻറ്റിയുടെ പ്രാർത്ഥനയും ആൻറ്റിയുടെ വചനധ്യാനവും ഒക്കെ ഒരു അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. അതൊക്കെ ഞങ്ങൾക്ക് വിടുതലും അനുഗ്രഹവുമായിരുന്നു. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആൻറ്റിയെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വിളിക്കും. Praise the Lord. Really, I'm very much privileged, Auntie, to be a testimony here about Auntie. Actually, the farewell എന്ന് പറയുന്ന ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ആക്ച്വലി ഞങ്ങൾ 3 years ബിഫോർ ഞങ്ങൾ ഈ ചേർച്ചിൽ വരുമ്പോൾ
വരുന്നതിന് മുമ്പേ ഇവിടെ വരാൻ കാരണം തന്നെ മിനി സിസ്റ്റർ ആൻഡ് ഫാമിലിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ജബ സിസ്റ്ററിൻ്റെ വഴിയായിട്ടാണ് മിനി സിസ്റ്റർ ആൻഡ് ഫാമിലി റെജി ബ്രദറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് വി ആർ കമ്മിങ് ടു ദിസ് ചേർച്ച്. ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഞങ്ങൾ ഈ ചേർച്ചിൽ വരുമ്പോൾ തന്നെ പാസ്റ്ററുകളുടെ ആ ഫസ്റ്റ് അപ്പിയറൻസ് ആൻഡ് മെസ്സേജ് ആൻഡ് ആൻറ്റി ഇന്ന് ഒത്തിരി പേര് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി സഭയുടെ യോഗം കഴിഞ്ഞ ഉടനെ വന്ന് അവിടെ നിന്നിട്ട് എല്ലാവർക്കും ആ ഹാൻഡ് ഷേക്ക് കൊടുക്കും. ആ സ്മൈൽ ഉണ്ടല്ലോ ആൻറ്റി, വി കനോട്ട് ഫോർഗെറ്റ്. ആൻഡ് ആൻറ്റിയുടെ ആ വിളി ഉണ്ടല്ലോ, ഷൈനി എന്നൊരു വിളി ഉണ്ട്. ആക്ച്വലി അത് ഞാൻ എപ്പോഴും ആൻറ്റിയോടും പാസ്റ്ററുകളോടും പറയും, ആൻറ്റിയും പാസ്റ്ററുകളും കണ്ട ദിവസം തൊട്ട് പറയാറുണ്ട്, ഐ റിയലി സീ മൈ പാരൻസ് ഇൻ യു ബോത്ത്. എൻ്റെ പപ്പായും മമ്മിയും കാണുന്ന പോലെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ ആൻറ്റിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഫെൽറ്റ് ദ സെയിം തിങ് ഫ്രം ദ ബിഗിനിങ്, now also and forever it will be like that only auntie. ഈവൻ എനിക്ക് ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാനുള്ള ഒരു ചാൻസസ് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ന്യൂ ഹെഡ് ഓഫ് ദ സെക്ഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് അലൗഡ് ടു ഗോ ഇൻ ബിറ്റ്വീൻ. ഞങ്ങൾ അങ്ങനെ പോയാൽ ഞങ്ങളുടെ ആനുവൽ ലീവിൽ നിന്ന് അവരത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നേനെ. ഇപ്പം അങ്കിളും ആൻറ്റി ആ പോകുന്ന സമയത്ത് എനിക്ക് പഴയ ഒരു സ്ഥിതിയായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി ഐ വുഡ് ഹവ് കം ഫോർ ദ ഫെയർവെൽ പാർട്ടി ഇയർ. ബട്ട് സ്റ്റിൽ ആൻറ്റി, വി ആർ വെരി നിയർ ബൈ. Chennai, Bangalore, it is not too far. Even though if it is too far also, we will come and meet you both anytime, anywhere. Sure ആയിട്ട് ഞങ്ങൾ വന്ന് കാണും ആൻറ്റിയോ അങ്കിളിനെയും എവിടെയും. ഒരു പ്രാവശ്യം പാസ്റ്റർ അങ്കിൾ ഷെറിനോട് പറഞ്ഞെന്ന്, നിന്റെ കല്യാണ സമയത്ത് എന്നെ ഒന്നും മറക്കല്ലേടി അന്ന് പറഞ്ഞെന്ന് കൊച്ചിനോട്, മോളെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരിക്കലും പാസ്റ്റർ അങ്കിളും ആൻറ്റിയും ബിക്കോസ് ഞങ്ങൾ ചെന്നൈയിൽ ഒരു ചേർച്ചിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് ഒരു ചേർച്ചാണ് ദൈവം ഞങ്ങൾക്ക് തന്നത്. അത് ഫസ്റ്റ് ഞങ്ങൾ അവിടെ ഒരു IPC ചേർച്ചിൽ കൂടുന്നത് പാസ്റ്ററുകളും ആൻറ്റിയും മീൻസ് അണ്ടർ യുവർ നേതൃത്വത്തിലാണ്, മീൻസ് അണ്ടർ യുവർ തിങ്. സോ അതിനായിട്ട് ഞങ്ങൾ ഒത്തിരി വി ആർ താങ്ക്ഫുൾ ടു ഗോഡ്, റിയലി വി താങ്ക്ഫുൾ ടു ഗോഡ്. ആൻഡ് ഞാൻ ആൻറ്റിയുടെയും പാസ്റ്ററുകളും നിങ്ങൾ രണ്ടുപേരും ഒരുപോലാണ്. നിങ്ങൾ രണ്ടുപേരും ഓൾവേസ് സ്മൈലിംഗ് പീപ്പിളാണ്. പാസ്റ്ററുകളെ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് യു ബോത്ത് ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നും പാസ്റ്ററുകൾ ചിരിച്ചുകൊണ്ട് തന്നെയാണ്, എപ്പോഴായാലും ആ സ്മൈലിംഗ് ഫേസ് ആണ് പാസ്റ്ററുകളുടെയും കണ്ടിട്ടുള്ളത്. അതുപോലെ ആൻറ്റിയും അതുപോലെ എപ്പോഴായാലും ഞങ്ങൾ അവിടെ വരുമ്പോൾ ഓടി വരും കാണാനും. എത്ര ലേറ്റ് ആയാലും വന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പാസ്റ്ററുകളായാലും ആൻറ്റി ആയാലും എങ്ങനെയുണ്ട്, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അതുപോലെ ആൻറ്റിയുടെ ഞാൻ സിസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടുന്നത് നിങ്ങളെല്ലാവരും ആക്ച്വലി കാണാനാണ്, റിയലി. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു ചാൻസേ നിങ്ങളെല്ലാവരെയും കാണാൻ കിട്ടുന്നുള്ളൂ, എല്ലാ സിസ്റ്റേഴ്സിനെയും. പിന്നെ ആൻറ്റിയുടെ ബ്ലെസ്സഡ് മെസ്സേജസ്, ഞാൻ ഒത്തിരി മെസ്സേജസ് ആൻറ്റിയുടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പലരും പറഞ്ഞതുപോലെ 91 സാംസ് അത് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ ഇന്ന് ജെസി സിസ്റ്റർ പറഞ്ഞ അതേപോലെ ആ ഇവാഞ്ചലിസം എക്സ്പ്ലോഷനെ പറ്റി, അത് പക്ഷെ എനിക്ക് അധികം കേൾക്കാൻ പറ്റിയില്ല. ബട്ട് അത് എനിക്കും ആൻറ്റിയോട് ഞാൻ അത് മെസ്സേജ് ഇട്ടായിരുന്നു. ഞാൻ ഒമാനിൽ ഇങ്ങനെ പല ഒമാനീസിനോട് ഇങ്ങനെ സുവിശേഷൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻറ്റി. അത് ഒരു ബ്ലെസ്സഡ് ടോപ്പിക്കാണ്, ഞാൻ ആൻറ്റിയോട് പറയാറുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ആൻറ്റിയോട്, ആൻറ്റി ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ആൻറ്റി അതിനെക്കുറിച്ച് ഇരുന്ന് അത് പ്രിപ്പയർ ചെയ്ത് എനിക്ക് പിന്നെയും അയച്ചു തരും. ലൈക്ക് യു ക്യാൻ ഡു ലൈക്ക് ദിസ്, ഡു ലൈക്ക് ദാറ്റ്, ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആൻറ്റി എനിക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ തരാറുണ്ട്. റിയലി വി വിൽ റിയലി മിസ് യു ആൻറ്റി സോ മച്ച്. ഇനിയും ആ ചേർച്ചിൽ വരുമ്പോൾ ആൻറ്റി അവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. റിയലി ഐ ഫീൽ I'm not telling something like to flatter or in front of others, but still I will miss you, the place where you sit and the smile, everything we will miss as a family. We will really miss it, auntie. But wherever you both go, ദൈവത്തിന്റെ അനുഗ്രഹവും പാസ്റ്ററുകളും ആൻറ്റിയും എല്ലാം ദൈവം ബ്ലെസ് ചെയ്യും ഇൻ അബണ്ടൻസ്. ബിക്കോസ് ഇന്ന് ഇത്രയും പേരും പറഞ്ഞതിൽ ആൻറ്റിയുടെ ഒவ்வொരു താഴ്മയാണ്. ആൻറ്റി is so simple and humble. We cannot see a person like that. Very rarely only we can see people like this. ഡൗൺ ടു എർത്ത് ആണ് ആൻറ്റിയും അങ്കിളും പാസ്റ്ററുകളും. അതുപോലാണ് എല്ലാവരോടും ഭയങ്കര നല്ല രീതിയിൽ ആ ഒരു കോണ്ടാക്ട്സ് റിലേഷൻഷിപ്പ് വെക്കുന്ന ഒരു പാസ്റ്ററുകൾ ആൻഡ് ആൻറ്റിയാണ്. റിയലി ഐ ഡോണ്ട് നോ വെദർ വി വിൽ ഗെറ്റ് അനദർ പാസ്റ്റർ ആൻഡ് ആൻറ്റി ലൈക്ക് ദിസ്
but still നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് റോൾ മോഡലാണ് for us, for our family. You both are our role models, really, auntie. Thank you once again for all the prayers and blessings you showered upon us, and we ask for your prayer and blessings for ഈ ലോകത്തിൽ ദൈവം നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നവരെയും ആൻറ്റിയുടെ അങ്ങളുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് നമുക്ക് എന്നും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ആൻറ്റി, ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദ ഗ്രൂപ്പ് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് ആക്ച്വലി എനിക്ക് ഈവനിങ് ക്ലാസ് ഞാൻ ഒരു മീൻസ് ഒരു ഹാഫ് മാത്രം എടുത്തിട്ട് ഞാനത് പിള്ളേരെ വന്നിട്ട് ഓൺലൈൻ കൊടുത്തിട്ട് ഓടി വരുമായിരുന്നു. കാരണം എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. കാരണം ആൻറ്റിയുടെ കൂടെ ഈ മീറ്റിംഗ് ആക്ച്വലി വി വിൽ ഹാവ് മോർ മീറ്റിംഗ്സ് വിത്ത് യു ഇൻ ദ ഫ്യൂച്ചർ, ബട്ട് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ഇത് ലാസ്റ്റ് ആണല്ലോ ഈ ചേർച്ചിലെ. അതുകൊണ്ട് I didn't want to miss it, and really I didn't want to miss it. Thank you so much once again. God bless you. God be with you, and Pastor Uncle for all your future ministry. Praise God, auntie. Praise God. നന്ദിയോടെ സ്തോത്രം. ഈ രാത്രി കാലം ആന്റിയെ കുറിച്ച് രണ്ട് വാക്ക് പറയുവാൻ എനിക്കും വളരെ ഇഷ്ടമാണ്. കാര്യം ആന്റി ഇവരെയും ഞങ്ങൾ എല്ലാവരോടും വളരെ സ്നേഹമുള്ള ഒരു ആന്റി ആയിരുന്നു. അതൊരു മുഖസ്ഥിതി അല്ല, എല്ലാവരോടും ആന്റിക്ക് വളരെ സ്നേഹമാണ്. ഒരു മുഖപക്ഷമില്ലാതെ സ്നേഹിക്കുന്ന ഒരു ആന്റിയാണ്. എൻ്റെ ജീവിതത്തില് ആൻറ്റി എനിക്ക് ശരീരത്തിന് സുഖമില്ലായിരുന്ന സമയങ്ങളിലൊക്കെ ചർച്ചിൽ നിന്നും അതുപോലെ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ എന്നെ ഫോൺ വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ പിന്നെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇതുപോലൊരു ആന്റി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഒരു പാസ്റ്റർമാരുടെ ഭാര്യമാരിൽ വെച്ച് ഒരു നല്ല രീതിയിലായിരുന്നു ആന്റി എല്ലാവരോടും ഇടപെട്ടുകൊണ്ടിരുന്നത്. ആരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ആരെക്കുറിച്ച് ഒരു കുറ്റം പറയുവോ ഒരു രീതിയിലും ആരെക്കുറിച്ച് ഒന്നും പറയാറില്ല. എല്ലാവരോടും വളരെ സ്നേഹമുള്ള ഒരു ആന്റി ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തില് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ളത് ആ 31 ദിവസവും ഞാൻ തലമുറകൾക്ക് വേണ്ടി ആ കലണ്ടർ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പാഷാന്റി ഭവനത്തിൽ വരുമ്പോൾ തന്നെയും വളരെ സന്തോഷത്തോടെയാണ് കടന്നു വരുന്നത്. പാഷാന്റിയെ കുറിച്ച് എന്തുവാ പറയേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുപോലെ ഇതുവരെ ഇത്ര നല്ലൊരു പാഷാന്റിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പാസ്റ്റർ അങ്കിളും നല്ല രീതിയിൽ ഞങ്ങളോട് വളരെ സ്നേഹമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഞങ്ങളോടും ഇടപെട്ടു. അതിന് വളരെ നന്ദിയുണ്ട്. ഇനിയും പാസ്റ്ററിന്റെയും പാസ്റ്റർ എവിടെ പോയെന്നാലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അത് വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കണം എൻ്റെ കുടുംബത്തിന്റെയും നന്ദി അറിയിച്ചുകൊള്ളു. പ്രൈസ് ദ ലോർഡ്. കേൾക്കാമോ ഞാൻ പറയുന്നത്? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം എനിക്കും ഈ നല്ലൊരു സന്ദർഭം തന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. പാസ്റ്റർ ആൻറ്റിയെ കുറിച്ച് പറയുവാനും പാസ്റ്റർ ആൻറ്റിക്ക് താങ്ക് യു പറയുവാനും ഒക്കെ ദൈവം തന്ന ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ഇനീഷ്യൽ പീരീഡ് തൊട്ട് ഞാൻ പറയാണ്. ഞങ്ങൾ ഈ ചർച്ചിൽ IPC എബനേസർ മടിപ്പാക്കം ചർച്ചിൽ വന്നത് 2018 മെയ് മന്തിലാണ്. അപ്പൊ പാസ്റ്റർ ആൻറ്റിക്ക് വരും മുമ്പിൽ 4 ഇയേഴ്സ് നമ്മൾ ഈ ചർച്ചോടാണ്. പക്ഷേ നമ്മൾ അത്ര അറ്റാച്ച്ഡ് അല്ല. അത് പഴയ ആന്റിമാർക്കൊക്കെ അറിയാം. വി ആർ നോട്ട് ഓപ്പൺ ടു എനിബഡി. നമ്മൾ അത്ര പ്രെയർ റിക്വസ്റ്റ് പറയോ അടുത്ത് സംസാരിക്കുക പോലെ ഇല്ല. അങ്ങനെ പിന്നാടി ബാക്ക് റോയിൽ വന്നിരിക്കും. അപ്പോൾ സെക്കൻഡ് ബേബി കൺസീവ് ആയത് അവിടെ വന്നിട്ട് ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ പിള്ളേരൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കും. ഒരു പേർ ക്രിസ്തുവങ്ങളെ പോലെ വന്നിട്ട് ചർച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ലേറ്റ് ആയിട്ട് തന്നെ വരും. വന്നിങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് ചർച്ച മുടിയുമ്പം തന്നെ ഉടനെ അങ്ങ് വിട്ടോളും വീട്ടിലേക്ക്. അടുത്തും സംസാരിക്കുകയോ കൈ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ആന്റിയും അങ്കിൾ വന്നതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ടു ബി ഓണസ്റ്റ് ഈ ചർച്ചിനോട് ഒത്തിരി അറ്റാച്ച്ഡ് ആവാനും എല്ലാ വിഷയങ്ങൾക്കും പറയുവാനും പ്രെയർ റിക്വസ്റ്റ് ഒക്കെ പറയുവാനും ചർച്ച് മീറ്റിംഗ് ഒക്കെ സന്ദർഭമുള്ളപ്പോഴൊക്കെ നമുക്ക് എനിക്ക് ദൈവം തരുന്ന ഈ സമയത്തിലൊക്കെ അവിടെ വന്ന്
അറ്റൻഡ് ചെയ്യുവാനും ഇവിടെ സൂം മീറ്റിംഗിലൊക്കെ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ആൻറ്റിയുടെ അങ്കിളിൻ്റെ നല്ലൊരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഒരു മീറ്റിംഗ് വന്നില്ലെങ്കിലും ഇല്ല ഇവിടെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഉടനെ ഫോൺ ചെയ്ത് ചോദിക്കും, കാൾ ചെയ്ത് പാസ്റ്റർ അങ്കിളും ആൻറ്റിയും രണ്ടുപേരും ചോദിക്കും എന്തുകൊണ്ടാ വരാത്ത, എന്ത് പറ്റി. പിന്നെ സോമി ആൻറ്റി അങ്ങനെ തന്നെ എല്ലാവരും ഫോളോ അപ്പ് ഒക്കെ ചെയ്യും. സോ ഇത് ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നതും ആ കെയർ ഒക്കെയാണ് നെക്സ്റ്റ് ഇങ്ങോട്ട് പിന്നെ നിറയെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. സോ അങ്ങനത്തെ ഒരു മോട്ടീവ്, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുവാൻ ദൈവം സഹായിച്ചു. പിന്നെ ആൻറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റി ഷൈനി ആൻറ്റി പറഞ്ഞതുപോലെ ഒരു റോൾ മോഡൽ ആയിരുന്നു, എനിക്ക് ഒരു എക്സാമ്പിൾ ആയിരുന്നു. ആൻറ്റിയുടെ പ്രസംഗത്തിൽ നിന്ന് നിറയെ ഒത്തിരി വിഷയങ്ങൾ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അതൊക്കെ എൻ്റെ റിയൽ ലൈഫിൽ, എൻ്റെ ഡെയിലി ലൈഫിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നിറയെ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എന്ത് സൊല്യൂഷൻ എടുക്കണം, നിറയെ ക്വസ്റ്റ്യനബിളായ നിറയെ വിഷയങ്ങൾ വന്നായിരുന്നു. സോ അതൊക്കെ ആ സമയത്തിലൊക്കെ ഈ ലേഡീസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പം ആൻറ്റിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പം അതിൽ കൂടെയൊക്കെ എനിക്ക് സൊല്യൂഷൻ കിട്ടുവാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനത്തെ ഒരു നല്ലൊരു ടാലന്റഡ് ആയ ഒരു ആൻറ്റിയെ ദൈവം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ ലേഡീസ് മീറ്റിങ്ങിൽ എനിക്ക് നിറയെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടി. വർഷിപ്പ് ചെയ്യുവാനും പ്രെയർ ലീഡ് ചെയ്യുവാനും പ്രസംഗിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. ഞാൻ IPC എബനേസർ മടിപ്പാക്കം ചർച്ചിൽ ഫ്രണ്ടിൽ അവിടെ ഈ പ്രസംഗ പീഠത്തിൽ നിന്നിട്ട് ഞാൻ പ്രസംഗം ചെയ്യുമെന്ന് ഞാൻ ഇതുവരെ സത്യമായിട്ട് ഞാൻ ഓർത്തതേ ഇല്ല. ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസും കിട്ടത്തില്ല, അങ്ങനെ ഒന്നും എനിക്ക് ഒരു കാപ്പബിലിറ്റി ഒന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെതായ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ദൈവം അത് ആൻറ്റിയിൽ കൂടെയും സോമി ആൻറ്റിയിൽ കൂടെയും എനിക്ക് തന്നു. ദൈവത്തിന് നന്ദി പറയുന്നു, ആൻറ്റിക്കും നന്ദി പറയുന്നു. പിന്നെ ഈ 4:30 ചെയിൻ പ്രെയർ എൻ്റെ ടൈം 4 to 4:30 AM ആണ്. ആൻറ്റിയും അങ്കിളുടെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഒത്തിരി പഠിക്കുവാൻ തുടങ്ങി. എൻ്റെ കരിയറിൽ അത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. എൻ്റെ ഡിസിഗ്നേഷൻ വരെ മാറുവാനുള്ള ഒരു നല്ലൊരു മാറ്റം എനിക്ക് ലേണിങ്സിൽ കൂടെ എനിക്ക് കണ്ടെടുക്കാൻ ദൈവം സഹായിച്ചു. ബട്ട് അത് വന്നിട്ട് സാധ്യമായത് ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും പ്രസംഗങ്ങളാണ്. ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ പറയും, ഞാൻ ചർച്ചിൽ പോയാൽ ഞാൻ നിറയെ മോട്ടിവേറ്റഡ് ആകും. അവരെൻ്റെ അടുത്ത് പറയും, ഞാൻ നിറയെ ബുക്സൊക്കെ വാങ്ങിച്ചു വെച്ച് എഴുതുമായിരുന്നു ഞാൻ പഠിക്കുന്നതൊക്കെ. അതൊക്കെ അവർക്ക് കൊടുത്ത് ചിലപ്പോൾ ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ സമയമൊക്കെ കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ എവരി സൺഡേ ചർച്ചിൽ പോവും. ഞാൻ സാറ്റർഡേ ആകുമ്പോൾ ഞാൻ ഫുള്ളി ഡൗൺ ആവും. സൺഡേ ചർച്ചിൽ പോകും, അവിടുത്തെ പ്രസംഗം കേൾക്കും, ഞാൻ പിന്നെയും ബൂസ്റ്റപ്പ് ആവും. പിന്നെ സൺഡേ എൻ്റെ മോർണിംഗ് പ്രെയർ 4 to 4:30 AM ആണ്. അതിന് അലാരം വെച്ച് എണീക്കും, പിന്നെ പ്രെയർ കഴിഞ്ഞിട്ട് പഠിക്കും. ഇത് എൻ്റെ റൂട്ടീൻ ആയിരുന്നു. സോ അങ്ങനത്തെ ഒരു പഴക്കം, അത് ഒരു ഹാബിറ്റ് എനിക്ക് വരുവാൻ ഇതിൽ കൂടെ ദൈവം സഹായിച്ചു. അതിന് മൂലകാരണമായിരുന്ന ആൻറ്റിയുടെ ഓരോ ഇംപ്ലിമെന്റേഷൻ, ഓരോ ഇതിൻ്റെയും അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ഇങ്ങനത്തെ പോലത്തെ ചാൻസ് ഒക്കെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ദൈവം ആൻറ്റിയുടെ കൂടെ ആൻറ്റിയുടെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ ഒത്തിരി മനസ്സിലുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ തുടർന്നും ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻറ്റി ദൈവം ഇന്നും അനേക പേർക്ക് ഒരു പ്രയോജനമായിട്ട് ദൈവം பயன்படுത്തട്ടെ. ഇന്നും നിറയെ ആത്മാക്കളെ ദൈവം ഈ പരലോക രാജ്യത്തിന് വേണ്ടിയിട്ട് ഇന്നും നേടുവാൻ ദൈവം ആൻറ്റിയെ കൊണ്ടും പാസ്റ്ററുകളെ കൊണ്ടും ദൈവം ഇന്നും നിങ്ങളെ അധികമായിട്ട് പ്രയോജനപ്പെടുത്തും. ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സും നല്ല ഹെൽത്തും ഒക്കെ ദൈവം തന്ന് സഹായിക്കട്ടെ. തലമുറകളൊക്കെ ആശീർവാദം വരുന്ന കാലങ്ങളിൽ നമ്മൾ കേട്ട് ദൈവത്തിന് സാക്ഷീകരിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ഈ വാക്കിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം വളരെ ഞാൻ സന്തോഷത്തോടെയാണ്, എല്ലാവരും ഓർക്കും വിഷമിച്ചാന്ന്, പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എൻ്റെ റാണി ആൻറ്റിയെ കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ 2000-ലാണ് എറണാകുളത്ത് ചെന്നത്. 2000 തൊട്ട് 2004 വരെ ഞങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ടായിരുന്നു. ഒന്നിൽ അവർ ഞങ്ങളുടെ വീട്ടിൽ വരും,
അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോവും. ഒരിക്കലും ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ കാണാത്തൊരു സമയമില്ല. ഞങ്ങൾ അന്നേരം കല്യാണം കഴിച്ചങ്ങോട്ട് ആദ്യത്തെ സമയങ്ങളാണ്. അവരുടെ IPC ചർച്ചിന്റെ ആ പൈനിയറിംഗ് മിനിസ്ട്രിയുടെ ആരംഭഘട്ടങ്ങളും. സോ രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒരുമാതിരി ഫ്രഷേഴ്സ് പോലെയാണ്. കുടുംബജീവിതത്തിൽ ഞങ്ങള് ഒരു നല്ല ഒരു കരിയറിലൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. സാഞ്ചാന് ഒരു ജോലി IT-യിൽ തന്നെ കിട്ടുന്നു. അങ്ങനെയൊക്കെ പുള്ളി ഒന്ന് ഡെവലപ്പായി വരുന്ന സമയം. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അപ്പം അതുപോലെ അവർക്ക് ദൈവം കൊടുത്ത 2 പിള്ളേര്, പ്രത്യേകിച്ച് റോബിൻ ഭയങ്കര കുസൃതിയായിരുന്നു. സോ അതുകൊണ്ട് ഞാനൊരു ഒരു ഒരു യങ് ഒരു ലേഡി എന്നുള്ള രീതിയിൽ അവൻ ഞങ്ങളോട് ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്ഡാ. അതുകൊണ്ട് ആന്റിക്ക് റോബിനെ കൺട്രോൾ ചെയ്യാൻ മേലാത്തത് കാരണം, ആന്റിക്ക് പഠിപ്പില്ലാത്തതുകൊണ്ടോ ആന്റിക്ക് അതൊന്നും കൊണ്ടല്ല, പക്ഷെ റോബിൻ ആന്റിയുടെ അടുത്ത് പഠിക്കാനിരിക്കത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് റോബിനെ സ്റ്റുഡന്റ് ആക്കി കിട്ടി. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു കാരണം എനിക്ക് അതൊരു ടൈം പാസ്. പുള്ളിക്കാരൻ ഭയങ്കര ജോക്കാണ് അത്രയും ചെറിയ പ്രായത്തിലാണെങ്കിലും. സോ ഞങ്ങൾക്ക് ഒത്തിരിയും ഭയങ്കര എന്റർടൈൻമെന്റ് ആ കുഞ്ഞുങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ പാസ്റ്ററും ആന്റിയും എല്ലാരും പറഞ്ഞതുപോലെ യുണീക്ക് കപ്പിളാ. രണ്ടുപേരുടെ സ്വഭാവം 2 ഡിഫറെന്റ് ആണെങ്കിലും പക്ഷെ അവര് ഭയങ്കര യുണീക്ക് കപ്പിളാ. അപ്പം ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾ പറയും. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പം പോലും ഞങ്ങൾക്ക് അതായിരുന്നു ഉണ്ടായിരുന്ന ഭയങ്കര ഒരു സന്തോഷം. എവിടെ ചെന്നാലും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരു പാസ്റ്റർ ആന്റിയാണ് നമുക്കുണ്ടായിരുന്നത്. ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചത്. ആന്റിയെക്കുറിച്ച് പറയുമ്പം, ഞാൻ ആന്റി ഇങ്ങനെ പഠിക്കുമായിരുന്നു ഈ 3 വർഷം. അന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല. അന്ന് ഞങ്ങളിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് സ്റ്റൈലായിരുന്നു. പക്ഷെ ഇപ്പോഴാണല്ലോ പാസ്റ്റർ ആന്റി ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. സോ അതുകൊണ്ട് അവരിലുണ്ടായ ഈ വ്യത്യാസം നമുക്കെല്ലാവർക്കും, ഞങ്ങൾ അതിനൊരു ഈ 25 വർഷത്തെ സാക്ഷി എന്നുള്ള രീതിയിൽ ഞാൻ പറയുക, കിച്ചൺ ടു ദ സ്റ്റേജ് ആണ് ആന്റി. ആന്റി 2000-ൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ പാസ്റ്ററിന്റെ വൈഫായിരുന്നു. ശരിക്കും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും വിക്സിന്റെ ബോട്ടിലും കൊണ്ട് ആന്റി ഇങ്ങനെ നടക്കും, തലവേദന എടുത്തോണ്ടും കാലുവേദന എടുത്തോണ്ടും. അതുപോലെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിച്ച, കിച്ചൺ മാത്രം അഭയം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആന്റി ആയിരുന്നു. അതുപോലെ തന്നെ ആന്റിയെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടായ പാസ്റ്ററിനോട് ചേർന്ന് ചെയ്യേണ്ടുന്ന ഒത്തിരി ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ കഷ്ടപ്പെട്ട ജോലി കഴിഞ്ഞിട്ട് അമ്മച്ചി ഉണ്ടായിരുന്നു കൂടെ, കുറച്ച് മറ്റു പെൺകുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ചർച്ച് എന്ന് പറയുന്നതിന്റെ പൈനിയറിങ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഒത്തിരി ഞങ്ങൾ സാക്ഷ്യം വഹിച്ച പല പല സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ ആന്റിയുടെ ഈ നല്ല ഗുണം കാണിച്ച് ആത്മാർത്ഥതയോടെ ആ ജോലികൾ മുഴുവൻ ആന്റി ചെയ്തിട്ട് ആന്റി പാസ്റ്ററിന്റെ കൂട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോവായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ആന്റി വന്ന്, ഈ ആന്റിക്ക് പാടാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ലാത്ത കാരണം ആന്റി എന്നോട് പറയും, സ്വപ്ന പാട്ട് പഠിച്ചോണം, ഞാൻ ആക്ഷൻ കാണാതെ പഠിച്ചോളാം. അങ്ങനെ ഞങ്ങള് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട VBSന്, അനേക കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്ന VBSന് ആന്റി ആയിരുന്നു അവിടുത്തെ ഒരു ഫോക്കസ് പോയിന്റ്. ആന്റി അങ്ങോട്ട് വരുമ്പം കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുമായിരുന്നു ഈ ആക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം ഒരു 400-500 പിള്ളേരുള്ള VBSന്റെ ആക്ഷൻ സോങ് പഠിപ്പിക്കുന്ന ആളായിരുന്നു റാണി ആന്റി. ഞാൻ പാട്ട് പാടുകയും ആന്റി ആക്ഷൻ സോങ്. അങ്ങനെ 4 വർഷം ആന്റിയുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാൻ എനിക്കും ദൈവം സഹായിച്ചു. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ആന്റി ഇങ്ങനെ ഒരു ആന്റി ആയിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുമെന്ന്. പക്ഷെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർത്താൽ, നാം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ഹൃദയത്തിനകത്ത് വാഞ്ചയോടെ ഇരിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒതുങ്ങിക്കഴിയുന്നെങ്കിൽ, എനിക്ക് ഇന്ന് രാത്രി സഹോദരിമാരായിട്ടുള്ള നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത് ആന്റിയെ പറ്റിയാണ്. ആന്റി എന്നുള്ള ആ വ്യക്തി, ആന്റിക്ക് ലഭിച്ച ചെറിയ സൗകര്യം, ചെറിയ കാര്യം അല്ലെങ്കിൽ ചെറിയ ശുശ്രൂഷ 100% ആത്മാർത്ഥതയോടെ ചെയ്തതുകൊണ്ട് ഇന്ന്
ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഏറിയ സമയം ചെലവഴിക്കാൻ ആന്റിയെപ്പോൾ ഒരു സ്ത്രീകൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ദൈവം ആന്റിക്ക് കൊടുത്തു. ദൈവവചനത്തിന് മുമ്പിൽ ഏറിയ സമയങ്ങൾ ചെലവഴിക്കാൻ പാസ്റ്റർ ഒരു തരത്തിലും ആന്റിയെ ഡിസ്റ്റർബ് ചെയ്യാതെ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ അവസരങ്ങളും വളരെ ഫ്രീ ആയിട്ട് കൊടുത്ത്, അങ്ങനെ ആ പാസ്റ്ററിന്റെ ആ സ്വഭാവത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ദൈവം ആന്റിക്ക് അങ്ങനെ ഒരു വലിയൊരു അവസരം കൊടുത്തതിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കും എന്നുള്ളതിന്റെ വലിയൊരു എക്സാമ്പിൾ ആയിട്ട് പാസ്റ്റർ ആന്റി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞു, ഇതുവരെയും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഇനി 3 വർഷം ഞങ്ങളുടെ പാസ്റ്ററും ആന്റിയാണ്, അത്രയും കൊണ്ട് നിന്നോണം, പിന്നെയും നമ്മൾ പഴയ അതിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവരാദ്യമേ ഇങ്ങോട്ട് വരുമ്പം ഞങ്ങൾ അവരോട് പറഞ്ഞ ഒരു കാര്യം, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ്, പഴയ ഫ്രണ്ട്ഷിപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഒരു കാര്യം കൊണ്ട്, അവരൊരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അത് കട്ട് ചെയ്യുന്ന അവരായി കട്ട് ചെയ്യത്തില്ല, നമ്മളായിട്ട് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാം എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല ഗുണം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആന്റിയെ കുറിച്ച് പ്രത്യേകം പറയുവാണെങ്കിൽ, ദേഷ്യം എന്നുള്ള ഒരു വികാരം ആന്റിക്ക് ഉണ്ടോ എന്നുള്ളത് പബ്ലിക് പ്ലേസിൽ ഒരിക്കലും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ കഴിഞ്ഞുപോയ സാഹചര്യങ്ങളിലും വളരെ സന്തോഷത്തോടുകൂടെ, അതുപോലെ തന്നെ ഇന്നും ഈ സമയത്തും ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ ഒന്നും നമ്മളുടെ ആരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാതെ അവരവരിൽ തന്നെ ഒതുക്കുകയും നമ്മളുടെ സന്തോഷത്തിൽ വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് നമ്മളോട് കൂടെ സന്തോഷിക്കുകയും നമ്മളുടെ ഒരു പ്രധാന ദിവസം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ്സിന്റെ ഒരു സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള ഹൃദയ വിശാലത അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ദൈവം അവരെ ഇത്ര ഉയർത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അത് നമുക്കെല്ലാം ഒരു വലിയ എക്സാമ്പിൾ ആണ്. നമ്മൾക്കില്ലാത്തതോ നമ്മൾക്ക് ലഭിക്കാൻ ആഗ്രഹിച്ചതോ ആയത് നമ്മൾക്ക് ലഭിക്കാത്തപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ വളരെ ഹൃദയവിശാലതയോടുകൂടെ സന്തോഷിക്കുന്ന ആ വലിയ ഹൃദയം, ആ വലിയ മനസ്സിന്റെ ഉടമകളാണ് അവര് രണ്ടുപേരും. ദൈവം അവരുടെ ആ നല്ല മനസ്സിനെ ആദരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ പാസ്റ്ററിന്റെ ആന്റിയുടെയും ശുശ്രൂഷയില് ആന്റിയുടെ ഡയറിയാണ് അവരുടെ ബലം. ആ ഡയറിക്കകത്ത് ഇല്ലാത്തൊരു കാര്യവുമില്ല. അത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്വഭാവമാണ്. ദൈവം ആ ഒരു സ്വഭാവത്തെ അവരുടെ ശുശ്രൂഷയിൽ ഒരു വലിയ അനുഗ്രഹമായിട്ട് നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ആന്റിയെ കണ്ട കുറെ കാര്യങ്ങളാണ്. ഏത് ചെറിയ പ്രാർത്ഥനയ്ക്കും ആന്റി ഡയറി കൊണ്ടുവരും. അതിൽ ആന്റി എഴുതുകയും ചെയ്യും. എന്തുവാ എഴുതുന്നതെന്ന് നമുക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഇതൊക്കെ നമുക്കും പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് പറയാം, പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് ആത്മാർത്ഥതയോടെ സ്തോത്രം പറയുകയാണ്. ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ ദൈവദാസന്മേലും ആന്റിന്മേലും ഉണ്ടാകട്ടെ. പ്രായമുള്ളവരെ കരുതുന്നത്, അവരോട് കൂടെ ഇരിക്കുകയും പ്രത്യേകിച്ച് ആ കുട്ടിയമ്മച്ചി തനിയെ ഉണ്ടായിരുന്ന സമയത്ത് ആ സമയങ്ങളൊക്കെ ഞങ്ങൾ ആന്റിയുടെ കൂടെ പോകുമ്പോൾ വളരെ സ്നേഹത്തോടും കരുതലോടും ഭക്ഷണമൊക്കെയും ഉണ്ടാക്കി കൊണ്ടുപോയി അമ്മച്ചിക്ക് വേണ്ടിയത് കൊടുക്കുകയും അമ്മച്ചിയുടെ കൂടെ ഇരുത്തി കഴിപ്പിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞങ്ങൾക്കറിയാവുന്ന ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാരുടെ കൂടെ പോയിരിക്കുന്ന ഒരു സ്വഭാവം ആന്റിക്ക് ഉണ്ടായിരുന്നു. പാസ്റ്റർക്കും ആന്റിക്കും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് ആ വിഷയത്തിലൊക്കെ അനുഗ്രഹിക്കുകയും വീണ്ടും അനേകർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ദൈവം തീർക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ഏറ്റവും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളിൽ കൂടെ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ പാസ്റ്റർ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന്. ഞാനത് കേട്ടപ്പോഴത്തേക്കിനും ആ സമയങ്ങളിലൊന്നും അതിനെ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ഞാനത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം, ഇങ്ങനെ ഒരു ദൈവദാസനെയും ദൈവദാസിയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത് നമ്മളുടെ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായി കരുതുകയാണ്. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ദൈവം ധാരാളം മറുപടി തരട്ടെ. പ്രത്യേകിച്ച് തലമുറകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതലുകൾ ഈ വർഷത്തിൽ തന്നെ ദൈവം അവർക്ക് നൽകി നന്മ കൊടുത്ത് അവരെ ആദരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബോവസിനെ കുറിച്ച് ഇസ്രായേലിലുള്ള സഹോദരിമാര് നവോമിയോട് പറഞ്ഞതുപോലെ
നീ അവൻ നിനക്കൊരു ആശ്വാസപ്രദനായിരിക്കട്ടെ. അവൻ മുഖാന്തരം ഇസ്രായേലിൽ അവന്റെ പേര് വിസ്തൃതമാകട്ടെ. ഈ ദിവസങ്ങളിൽ ഈ കുടുംബത്തെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അവരുടെ പേര് വിസ്തൃതമാകട്ടെ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ആ റൂഫോസിനെ ക്രിസ്തുവിൽ പ്രസിദ്ധനാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ ഇനിയും നമ്മൾ അനേക സ്റ്റേജുകളിൽ ആന്റിയെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനുള്ള വലിയ കൃപ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകളും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുത്തുവാൻ ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും കൊടുത്ത് ആക്കുന്ന ഇനിയും കടന്നു പോകുന്ന സ്ഥാനത്ത് കർത്താവിന്റെ വേലയിൽ ദൈവം അവരെ വർദ്ധിപ്പിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്നുള്ള ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പറയുന്ന കേൾക്കാമോ? ദൈവത്തിന് സ്തോത്രം. അമ്മാമ്മയെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അമ്മാമ്മയുടെ പ്രാർത്ഥനയും ബൈബിൾ വചന പഠനവും ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. വളരെ ആത്മാർത്ഥതയോടും ഉത്സാഹത്തോടും ഞങ്ങളെ വചനം പഠിപ്പിച്ചു. പിന്നെ സാംസ് 91, അതുപോലെ തന്നെ പിന്നെ ഇവാഞ്ചലിസത്തിനെ കുറിച്ചും പിന്നെ പ്രാർത്ഥനയെക്കുറിച്ചും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് പഠിപ്പിച്ചത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതിന് വലിയ ബലമായിരുന്നു. ആത്മീയമായി വളരുവാനും ദൈവം സഹായിച്ചു. വീണ്ടും ദൈവം അമ്മാമ്മയെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ അനേക വേദികളിൽ അമ്മാമ്മ വചനം ശുശ്രൂഷിപ്പാനും വചനം പഠിപ്പിക്കാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ അത് അനേക സഹോദരിമാർക്ക് അതൊരു അനുഗ്രഹമായി അനുഗ്രഹത്തിനും ആശ്വാസത്തിനും ഒരു ബലവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ദൈവം അമ്മാമ്മയ്ക്ക് അനേക ഗുണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. നല്ല നോളജ് ഉണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്. അതെല്ലാം അനേകർക്ക് ഒരു അനുഗ്രഹമായി, അനേക സഹോദരിമാർക്ക് ഒരു അനുഗ്രഹമാക്കി ഒരു ബലമാക്കി തീർക്കാൻ സഹായിക്കട്ടെ. പിന്നെ അമ്മാമ്മയ്ക്കും പാസ്റ്ററിനും എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ബോബി. പ്രൈസ് ലോർഡ്. ലേറ്റായിട്ട് വന്നേ, അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ സോറി. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ എനിക്ക് ആന്റിയെ പറ്റി കണ്ടല്ലോ. എത്ര പറഞ്ഞാലും ആന്റിയെ പറ്റി അത് കുറവാണെന്നറിയാം. എന്നാലും പാസ്റ്റ് ആന്റിയാണെന്ന് പറയണോ, ചേച്ചി എന്ന് പറയണോ, അമ്മയെന്ന് പറയണോ, ഒരു ഗൈഡൻസ് എന്ന് പറയണമെന്നും അറിയത്തില്ല. അത്രമാത്രം ഓരോ കാര്യങ്ങൾക്കും പറഞ്ഞു തരാനും ഓരോ വിഷമ സാഹചര്യങ്ങൾ, എസ്പെഷ്യലി ബിബിന്റെ കാര്യത്തിനാണെങ്കിൽ ഒത്തിരി വിഷമിച്ച സമയങ്ങളൊക്കെയും എക്സാം ടൈമിൽ വന്ന് കരഞ്ഞ് പറഞ്ഞു. മാത്സിനൊക്കെ 7 വാങ്ങിക്കുമ്പോഴും ആന്റിയുടെ ആ അനുഭവ സാക്ഷ്യം കേട്ടാണ് കൊച്ചവനാണെങ്കിൽ അതൊരു ധൈര്യം അവന് വന്നതും അവന് നല്ല മാർഗം അന്ന് തൊട്ടേ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് അവന് ഒത്തിരി പ്രാർത്ഥിക്കുകയും എക്സാം ഡേറ്റിൽ വന്ന് രാവിലെ പ്രാർത്ഥിക്കുകയും കണ്ടിന്യൂസ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ അവന് ഭയങ്കര ഒരു വിജയമായിരുന്നു. അത് ആന്റി കൊച്ചുങ്ങളുടെ കൂടെ കൊച്ചുങ്ങളായിട്ടും മുതിർന്നവരുടെ കൂടെ മുതിർന്നവരായിട്ടും അങ്ങനെ എല്ലാവരും മിങ്കിളായിട്ടൊരു ലൈഫാണ്. അതൊക്കെ കാണുമ്പോൾ നമ്മളും അതുപോലെ ആകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതുപോലെ അത് ആത്മീയത്തിലും കൂടുതൽ വളരുവാനും അനേക കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ വന്ന് ഇത്രയും കുഞ്ഞിലെ തൊട്ടേ തന്നെ പെന്തക്കോസ്ത് ഒരു അനുഭവത്തിലാണെങ്കിൽ തന്നെയും പലവിധമായ വചനത്തിൽ എനിക്കാണെങ്കിൽ എൻ്റെ ഇതിൽ ഞാൻ ഗ്രഹിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ ഈ 3 വർഷം ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനേക വിഷയങ്ങളെ പഠിക്കുവാനും അത് ഗ്രഹിക്കാനും, ചിലതൊക്കെ അതിനെ ഫോളോ ചെയ്ത് അതിനെ ട്രൈ ചെയ്യാറുണ്ട്. ചിലതൊക്കെ അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എവിടെ ആയിരുന്നാലും ആന്റിയുടെ സ്പീച്ചൊക്കെ കേൾക്കാനും ഞങ്ങൾക്ക് ഓരോ അവസരം ഒരുക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഓർക്കുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയിലും ആന്റിയുടെ ഓരോ നിമിഷങ്ങളും, അതിനേക്കാളും പാസ്റ്റങ്ങളിനെ പറയാനുണ്ട്. പാസ്റ്റങ്ങളുടെ ഒരു ചിരി, ആ ഒരു എവിടെ ഇന്ന് വരെ ഞാൻ എത്രയോ പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, എത്രയോ പാസ്റ്റർമാരെ കൂടെ ഒത്തിരി ശുശ്രൂഷകൾ അനുഭവിച്ചിട്ടുണ്ട്, വീടുകളിൽ വന്നിട്ടുണ്ട്. പക്ഷെ
എവിടെ പോയാലും നമ്മുടെ പാസ്റ്ററിനെ പറ്റി ഞാൻ എൻ്റെ ചേച്ചിമാരോട് ഇന്നലെ കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ്റ്ററുകൾ പോകുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വന്നാലാണെങ്കിൽ എല്ലാവരെയും റിലേഷൻസ് വരും. എന്റെ മാത്രം റിലേഷൻസ് നിങ്ങളായിട്ട് ഞാൻ എപ്പോഴും അവിടെ ആണ് വരുന്നത്. നിങ്ങൾ എന്റെ പാസ്റ്റർ പോകുന്നതിന് മുമ്പ് ഒന്ന് വാന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഒക്കെ ചെയ്തു. എന്നിട്ട് ആ സാഹചര്യങ്ങൾ അതായിട്ടാണ്. ആ പാസ്റ്ററിന്റെ ആ ചിരി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇതാണ്, അനുഭവമാണ്. ഭയങ്കര ഒരു നല്ലൊരു എന്താണ് അതിനുള്ള വാക്കുകളെ ഇല്ല പാസ്റ്ററിനെ പറ്റി പറയാനാണെങ്കിലും. ഇവിടെ ആയിരുന്നാലും ഞങ്ങൾ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് ഇനിയും ബാംഗ്ലൂരൊക്കെ വരുമ്പോ ഒന്ന് സ്റ്റേ ചെയ്യാനോ ഒന്നൊക്കെ ഞങ്ങളൊന്ന് വന്ന് കാണാൻ ഒരാളായിട്ടുണ്ടെന്ന് ഞങ്ങള് വിശ്വസിക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആന്റിയെ പാസ്റ്ററിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിനോട് വീണ്ടും പ്രാർത്ഥിച്ച് ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന ഞങ്ങൾക്ക് ഓരോ അറിവ് പകർന്നു തന്ന ആന്റിക്ക് നന്ദി. താങ്ക് യു ആന്റി. ഓക്കെ, എല്ലാം കഴിഞ്ഞു തോന്നുന്നല്ലേ ആന്റി? ഓക്കെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഇന്നാണ് ഏറ്റവും നമ്മുടെ ഈ 3 വർഷത്തെ മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തേക്കുന്ന മീറ്റിംഗ് ഇന്നത്തെ മീറ്റിംഗ് ആണ്. നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗിൽ പോലും ഇതുവരെയും ഇത്രയും ആൾക്കാർ വന്നിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ഒരിക്കലും നമുക്കൊന്നും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടത്തില്ല. ഒരു പാസ്റ്റർ പോകുമ്പോഴോ പാസ്റ്റർ ആന്റി പോകുമ്പോൾ ഒരു 2 വാക്ക് പറയാനും പലരുടെയും ഹൃദയത്തിൽ പല പറയാനുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയല്ല. ദൈവം നമുക്കൊരു സാഹചര്യം ഒരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ രീതിയിലാണ് പാസ്റ്റർ ആന്റിയുടെ ശുശ്രൂഷകള് പാസ്റ്റർ ആന്റിയുടെയും ശുശ്രൂഷകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ രീതിയിലാണ് അത് അനുഭവപ്പെടുന്നത്. എന്റെയും ജീവിതത്തിൽ എന്റെ പേഴ്സണൽ ലൈഫില് ഞാൻ ഈ ലേഡീസിന്റെ സെക്രട്ടറി ആയിട്ട് ഈ പോസ്റ്റിലേക്ക് വരുമ്പോഴേ ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനത്തെയുള്ള ഏതോ ദൈവമായിട്ട് എന്നെ അങ്ങനെ ആക്കി. പക്ഷെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓരോന്നൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴാണ് പേടിച്ചു പോയത്. അയ്യോ ഇതൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ, എനിക്കെന്നോട് ധൈര്യം ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തു പോയത്. അന്ന് ലാലു പാസ്റ്റർ ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി, എന്നാ ചെയ്യേണ്ടിയെന്ന് അറിയത്തില്ല. ലേഡീസ് മീറ്റിംഗ് പകലാണല്ലോ നടക്കുന്നത്, രാത്രിയിൽ എങ്ങനെ ഇത് കൊണ്ടുപോകുന്ന അറിയത്തില്ല. നേരം പാസ്റ്റർ എന്നോട് ഒരു വാക്ക് പറഞ്ഞത്, കൊച്ചുറാണി മിടുക്കിയ, പേടിക്കണ്ട, എല്ലാം നോക്കിക്കൊള്ളുന്ന്. കൊച്ചുറാണി മിടുക്കിയാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു ആളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്, നമ്മളത് വർക്ക് ചെയ്ത അതിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെയെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ടെല്ലാം എനിക്ക് കിട്ടി. എന്റെ അമ്മയുടെ അടുത്ത് ഒരു ടീച്ചറിന്റെ അടുത്ത് ഒരു അമ്മയുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു അനുഭവം, അങ്ങനെ ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ ഇത്രയും നാളും ആന്റിയുടെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ കുറ്റവും പറയത്തില്ല. നമ്മൾ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടതാണെങ്കിൽ ആന്റി ഷെയർ ചെയ്യുമല്ലേ, ഷെയർ ചെയ്യത്തില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി എനിക്ക് ആന്റിയിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു ഈ ഒരു 3 വർഷത്തെ ട്രാവലിങ്ങില്. അതുപോലെ നമ്മള് പഴയ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ആന്റിമാരും അങ്ങനെ ഒരു എല്ലാവരുമായിട്ട് അങ്ങനെ വീട്ടിൽ വന്നാലും അവർ ചുമ്മാ അങ്ങനെ വന്ന് പാസ്റ്ററിന്റെ കൂടെ വന്ന് ഇരുന്നിട്ട് അങ്ങ് പോവുകയുള്ളൂ. പിന്നെ ചർച്ചിൽ ചെല്ലുമ്പോഴാണേലും ആരാധന കഴിഞ്ഞ് നമ്മൾ ഒരു 2 മിനിറ്റ് അങ്ങനെ അവരെ കാണാനോ നമ്മൾക്ക് അങ്ങനെ നിന്ന് സംസാരിക്കാനോ ഉള്ള സമയങ്ങളില്ല. ഈ പാസ്റ്റർ ആന്റി ആണെങ്കിൽ ആ ഡോറിനെ തന്നെ നിന്ന് വരുന്നവരെല്ലാരെയും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടേ വിടത്തുള്ളൂ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു. എല്ലാവരും പലരും ഷെയർ ചെയ്തതൊക്കെ ജീവിതത്തിൽ ഇത്രയും നാളും പെന്തക്കോസ്തിലാണെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ ഒരു എല്ലാരോടും ഒരുപോലെ ചെറിയോരെന്നോ വലിയോരെന്നോ ഒന്നും ഇല്ലാതെ എല്ലാരോടും ഒരുപോലെ, പിള്ളേരോടും പ്രായമുള്ളവരോടും ഒക്കെ ഒരുപോലെ ഒരു മനസ്ഥിതി കാണിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കതെല്ലാം ഒരു ലെസൺസ് ആണ്. വി ആർ ലേണിംഗ് ഫ്രം ഹെർ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ അനുഭവങ്ങൾ. അതുപോലെ ആന്റിയുടെ അതുപോലെ നമ്മൾ ഈ പ്രാർത്ഥന തുടങ്ങിയ ആ നാളുകളിൽ ആന്റി ആദ്യമൊക്കെ പ്രേയറിന് ഇല്ലാത്ത ദിവസങ്ങളിൽ ആന്റിക്ക് ടെൻഷനാണ്, നമ്മൾ ഈ പ്രേയർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ആന്റി ട്രാവലിംഗിലാണ് പോലും ജോയിൻ ചെയ്യുമായിരുന്നു. ജോയിൻ ചെയ്ത് 2-3 പ്രാവശ്യം ജോയിൻ ചെയ്തു. അന്നേരം ഇതൊക്കെ സംസാരിക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു കൺഫർമേഷൻ വന്നു കഴിയുമ്പോഴാണ് പുള്ളിക്കാരി പിന്നെ നമ്മൾ നടത്തിക്കൊള്ളാം എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി
ഒരിക്കലും അത് കളഞ്ഞിട്ടില്ല. അതൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതാണ് നമ്മൾ ഈ ചെയിൻ പ്രെയർ, അതുപോലെ ചെയിൻ പ്രെയറിലുള്ള ഓരോ സബ്ജക്റ്റുകള്, ഓരോ സ്റ്റേറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സാറ്റർഡേ പ്രെയർ അത് തുടങ്ങിയപ്പോൾ ഒരിക്കലും ആന്റി ഒരു ദിവസമൊക്കെ വന്നപ്പോൾ രാവിലെ അന്ന് രാവിലെയാണ് ട്രാവൽ ചെയ്തിട്ട് വന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ വന്നു 8 മണിക്ക് ഏതോ വന്നിട്ട് 10:30 ആയപ്പം പ്രാർത്ഥനയ്ക്ക് ആന്റി വന്നു. അതൊക്കെ ആരും എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യാനേ നോക്കത്തുള്ളൂ. ക്യാൻസൽ ചെയ്യേണ്ട, പ്രാർത്ഥന വെച്ചോ, എനിക്ക് എന്നെ കൊണ്ട് ആകുന്നത്തോളം സമയം വന്നിരിക്കാന്ന് പറഞ്ഞെങ്കിലും ഫുൾ ടൈം അന്ന് ഈവനിങ് വരെ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യുന്നതിന്റെ ആ ഒരു ഇതൊക്കെയാണ്. അതൊക്കെ നമ്മൾ ലേൺ ചെയ്യേണ്ടതാണ്. ഫ്രം വി ഹാവ് ടു ലേൺ ഓൾ ദീസ് തിങ്സ്. നമ്മുടെ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ അതുപോലെ അവിടുത്തെ ഓരോ ക്ലാസ്സുകള് നമ്മള് ലേഡീസ് ആയിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങൾ കാണും. ഒന്ന് വീട്ടിലെ വിഷയങ്ങള്, നമ്മുടെ പേഴ്സണൽ വിഷയങ്ങള്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓഫീസിലെ വിഷയങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ വൈകിട്ട് കേൾക്കുന്ന ഈ വചനം അത്രയ്ക്ക് ഒരു ആശ്വാസമാണ്. കുറച്ചു നേരം ഇരുന്ന വചനം കേൾക്കുന്നത്. ഞാനാണെങ്കിൽ ഡയറക്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ വന്നിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അന്നേരം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എന്നുവെച്ചാൽ രാവിലെ 8-9 മണി തൊട്ട് ഓഫീസിൽ ഇരുന്നിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് നടുവിന് വേദനയും ദേഹത്ത് മുഴുവൻ വേദന എടുക്കുമെന്ന് ഞാൻ അന്നേരം എഴുന്നേറ്റ് ഈ റൂമിൽ കൂടെ നടക്കും. എന്നാലും ഞാൻ റൂം വിട്ട് വെളിയിൽ പോകത്തില്ല. മെസ്സേജ് ഞാൻ കേട്ടോണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തെങ്കിൽ ഞാൻ ഈ റൂമിൽ കൂടെ നടന്നുകൊണ്ട് അത് കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ റൂം വിട്ട് വെളിയിൽ പോകത്തില്ല. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ആശ്വാസമായിരുന്നു. അതുപോലെ ഗ്രാൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ, കോട്ടയത്ത് പോയി പഠിച്ച സമയത്തൊക്കെ ഒത്തിരി മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ സമയങ്ങളായിരുന്നു. എന്നൊക്കെ ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ എന്നെ അതുപോലെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ സാംസ് 91 കണ്ടിന്യൂസ് പഠിപ്പിച്ചു. പിന്നെ ഫലങ്ങളെ കുറിച്ചുള്ള ആ ക്ലാസ്സുകള്, വിത്തുകളെ കുറിച്ചുള്ള ആ ക്ലാസ്സുകള്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകള്. പിന്നെ ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും ആന്റി എടുത്ത ഒരു സബ്ജക്റ്റ് ആന്റി റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതാണ്. 3 വർഷത്തില് ഓരോ ദിവസവും പുതിയ പുതിയ മെസ്സേജുകള്, പുതിയ പുതിയ തോട്ടുകള്, ഇതൊക്കെയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവിച്ച ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എനിക്കൊരു അമ്മയെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സങ്കടം കൊണ്ട് പോകുന്നതില് പിന്നെ ഞാൻ തന്നെയാണ് സെക്രട്ടറി. റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യണം. അതൊക്കെ ഓർത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റി, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെ പോയാലും കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെ സാധിപ്പിച്ചു തരും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ. അതുപോലെ തന്നെയാണ് ആന്റി ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഒരു കൺവെൻഷന് സംസാരിക്കാനായിട്ട് ആന്റിക്ക് ദൈവം ഒരു ചാൻസ് ഒരുക്കി കൊടുത്തത്. അത് പറഞ്ഞായിരുന്നു. ആദ്യമായിട്ടാണ് പോകുന്നത്. അന്നേരം എനിക്ക് വലിയ ടെൻഷനാണ്. ഞങ്ങൾ എന്നിട്ടും പറയും, ഇത്രയും പ്രസംഗിക്കുന്ന ആന്റിക്ക് അവിടെ ഒരു കൺവെൻഷന് പോയി പ്രസംഗിക്കാൻ എന്നെ ടെൻഷൻ. എന്നാലും പറയും ആദ്യമായിട്ടാണെന്ന്. അതൊക്കെ ഒരുപക്ഷെ നമ്മളെല്ലാവരും എന്നും പ്രാർത്ഥിക്കുമ്പോൾ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ചർച്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. അതിനുശേഷം ഭോപ്പാലിൽ പോയി അവിടെയും പ്രസംഗിക്കാനൊക്കെ ദൈവം അവസരം ഒരുക്കി തന്നു. അതുപോലെ ആന്റിയുടെ ഈ പീരീഡില് നമ്മളെ അനേക ദൈവദാസന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ സൂം മീറ്റിങ്ങിലും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ്സിലും ഒക്കെ കൊണ്ടുവന്ന് അനേകരെ നമുക്ക് പരിചയപ്പെടുത്തി. അവരുടെയൊക്കെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായിരുന്നു. ഓരോ മീറ്റിങ്ങിലും, അത് സൂം മീറ്റിങ്ങിൽ പലപ്പോഴും പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന്, നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി മെസ്സേജ് കൊടുക്കാനായിട്ട് ആന്റി കാണിച്ച ഉത്സാഹം, അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അതുപോലെ പ്രാർത്ഥന, ആന്റിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരോ പറയുന്നത് ഞാൻ കേട്ടു. രാവിലെ 3 മണിക്ക് ഞാനും എപ്പോഴും ഓർക്കാറുണ്ട്. യാത്രയിലാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ഓർക്കും ആന്റി ഇന്ന് ഇടത്തില്ലായിരിക്കും എന്ന് പ്രാർത്ഥന. പക്ഷെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 3 മണി അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. ഞാൻ അത് നോക്കും, അത് ഒരിക്കലും മാറി പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച ഒരു തെറ്റുകൊണ്ടാണ് ആന്റി തെറ്റിപ്പോയത് സമയം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ആന്റി ഓർത്തിനി ഇല്ലായിരിക്കും എന്ന് ഓർത്ത് അത് മറന്നുപോയി. അത് ആന്റിയുടെ അല്ല, ആന്റിയുടെ മിസ്റ്റേക്ക് അല്ല, എന്റെ മിസ്റ്റേക്കാണ്. അല്ല, ആന്റി എപ്പോഴും ആ കറക്റ്റ് 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ആ പ്രാർത്ഥന ഇടുമെന്ന്. അതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ ലേൺ ചെയ്യുക. നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റിന്ന് മാറാതെ നിന്ന് അതൊക്കെ എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് എന്നുള്ളത് ദൈവം സഹായിക്കട്ടെ. ആരോഗ്യവും തന്നിരിക്കുന്ന ശുശ്രൂഷകളെ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം ദൈവം ആയുസ് തരുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി നിൽക്കുവാന്, അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനുമായി നിൽക്കുവാനൊക്കെ ദൈവം ആന്റിയെയും പാസ്റ്ററിനെയും സഹായിക്കട്ടെ. ഇനിയിപ്പോ ഞായറാഴ്ചയും പറയണമല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞായറാഴ്ച ഞാൻ ഓൺ ബിഹാഫ് ഓഫ് വിമൻസ് ഫെലോഷിപ്പ് ആണ് പറയുന്നത്. അതുകൊണ്ട്
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ സന്തോഷത്തിനും ഈ 3 വർഷത്തെ ഈ ശുശ്രൂഷയിൽ ഇത്രയും ഷോൾഡർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒത്തിരി പഠിച്ചു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഓരോ മീറ്റിങ്ങുകളും നടക്കുമ്പോൾ അതിൽ ഓരോ ചെറിയ മിസ്റ്റേക്കുകൾ, എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ അതൊക്കെ ഞാൻ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇത്രത്തോളം സഹായിച്ചു. ആന്റിയുടെ കൂടെ വർക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഒരു സാഹചര്യം കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന്. അതുപോലെ നമ്മുടെ ലേഡീസ് പറഞ്ഞ പോലെ എല്ലാവരെയും ഒരു പ്രാർത്ഥനയുടെ ആ ഒരു നല്ലൊരു ഇതിലേക്ക് വരാനായിട്ട് എല്ലാവർക്കും സാധിച്ചു. അതാണ് നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ പ്രാർത്ഥനയും ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് വന്നു. അതൊക്കെ നമ്മുടെ ഈ സൂം മീറ്റിങ്ങില് ഈ മീറ്റിങ്ങിനെ കൊണ്ടുണ്ടായ ഒരു അനുഭവമാണ്. അതുപോലെ ഇതിന് മുമ്പുണ്ടായിരുന്ന ലേഡീസ് മീറ്റിങ്ങില് ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു 3-4 പേരോ ലേഡീസിനല്ല വരാനുള്ള സൗകര്യങ്ങളും കുറവായതുകൊണ്ട് ആരും വരുന്നില്ല. ഈ നൈറ്റ് ആയപ്പോൾ ഓൺലൈനിലായപ്പോൾ എല്ലാവർക്കും അതിനുള്ള സാഹചര്യമുണ്ട്. ദൈവം സഹായിച്ചവരൊക്കെ ഇതിനകത്ത് സഹകരിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. അത് എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് കേൾക്കുവാൻ നമുക്കിടയായി. ദൈവം വീണ്ടും ആന്റി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ശുശ്രൂഷകളില് ദൈവ സാന്നിധ്യം ആദ്യോടന്തം കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കേൾക്കാമോ സ്വാമി? കേൾക്കാം. ഓക്കെ, കേൾക്കാം. ഓക്കെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളിൽ നിന്നൊക്കെ കേട്ട എല്ലാ നല്ല വാചകങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. 3 വർഷം മുമ്പ് ഈ സ്ഥലത്തേക്ക് പ്രാർത്ഥിച്ച് എന്നെ അയച്ച ചർച്ചിൽ നിന്ന് 3 പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ട് ഒരു അന്നമ്മ ആന്റി. ആദ്യം മുഴുവൻ വീഡിയോ ഓണാക്കി ഇതിനകത്ത് ഉണ്ടായിരുന്നു. എല്ലാ മാസവും 1-2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ആന്റി ഇവിടെ ചൂട് എങ്ങനെയുണ്ട്, ആന്റിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? ഒരു മദർലി ലവ് ഞാൻ ഒത്തിരി എന്ത് ചെയ്യുന്നു. അപ്പൊ പറയും, ഇല്ല ആന്റി കുഴപ്പമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അവിടെ എന്ന് പറഞ്ഞു. അതുപോലെ സിസ്റ്റർ സംഗീത ആൻഡ് സിസ്റ്റർ ബിന്ദു സോനു, ഇവർക്കായി സ്തോത്രം. ഞങ്ങളുടെ പാസ്റ്ററിന്റെ വൈഫ് ബിനു ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അങ്ങനെ ഇവരെ 3 പേരെയും ഞാൻ പ്രത്യേകാൽ വന്ദനം പറയുന്നു. കാരണം അവർക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? കാരണം 3 വർഷം മുമ്പ് എന്നെ ചെന്നൈയിലേക്ക് പ്രാർത്ഥിച്ച് വിട്ട സിസ്റ്റർ സംഗീത വീഡിയോ ഓൺ ആക്കി. നമുക്കറിയാം, നമ്മുടെ അജയുടെ അമ്മയാണ് ഇവിടെ വന്ന് ടെസ്റ്റ് പറഞ്ഞ ചപ്പാത്തിയെ കുറിച്ച് പറഞ്ഞ അജയ് ഉണ്ടല്ലോ, അത് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കും. അജയുടെ അമ്മയാണ് സംഗീത. അതുപോലെ സിസ്റ്റർ ബിന്ദു ആൻഡ് അന്നമ്മ ആന്റി, ഇവർക്ക് പ്രത്യേകം വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവർക്കും എന്തായി, ഞങ്ങളുടെ പാസ്റ്റർ ആന്റിയെ അങ്ങോട്ട് ചെന്നൈയിലേക്ക് വിട്ടിട്ട് അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വന്നില്ല. ദൈവം പ്രവർത്തിച്ചു. എന്റെ കഴിവോ എന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് മാത്രമേ എനിക്കുള്ളൂ, ദൈവസന്നിധിയില് ഒരു തകരുന്ന ഹൃദയം എനിക്കുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു 5 മിനിറ്റ് ഒരു മെസ്സേജിന് സമയമാണെങ്കിലും ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കും. അപ്പൊ രാജേഷ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും മെസ്സേജുകള് ഡയറി മുഴുവൻ എഴുതി വെച്ചിട്ട് അല്ല, എനിക്ക് ഒരു പുതിയ മെസ്സേജ്, അത് എന്നോട് തന്നെയുള്ള ഒരു വാശിയാണ്. ഇന്ന് ഞാൻ ഒരു പുതിയ മെസ്സേജ് ഒരുക്കിയിരിക്കുന്നു. എനിക്ക് സമയം ഉണ്ടാകുമെന്ന് അറിയത്തില്ല, എങ്കിലും അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ മറ്റു യാതൊരു ബർഡനും ഇല്ലാതെ മിനിസ്ട്രി മാത്രം ചെയ്ത ഒരു സമയമായിരുന്നു 3 years. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് അനുവദിച്ചു തന്ന 3 വർഷമായിരുന്നു ഇത്. കാരണം എനിക്ക് വേറെ ബർഡൻ ഒന്നുമില്ല. രായിഷ മിക്കവാറും എല്ലാ ആഴ്ചയിലും ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട്, കിച്ചണും ക്ലോസ്. അപ്പൊ പിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ലാലു പാസ് ഇട്ടിട്ട് പോയി ഒരു ചൂരൽ കസേര ഉണ്ട്. ആ ചൂരൽ കസേരയായിരുന്നു എൻ്റെ ഈ 3 വർഷത്തെ എന്താണ്. ഞാൻ ഇന്നും ആ കസേരയൊക്കെ ഒന്ന് എടുത്ത് തട്ടി കുടഞ്ഞ പൊടിയൊക്കെ തട്ടി ഞാൻ പറഞ്ഞു, ഈ കസേരയാണ് 3 വർഷം എന്നെ ഇവിടെ താങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. അവിടെയായിരുന്നു എൻ്റെ എനിക്ക് മേശ ഉപയോഗിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്
അവിടെ ഇരുന്നായിരുന്നു എൻ്റെ മെസ്സേജുകളൊക്കെ. ഒത്തിരി സമയം ദൈവസന്നിധിയിലെ പ്രാർത്ഥിപ്പാൻ ഇന്നലെയും നിങ്ങളെ ഓർത്തത് രാവിലെ ചർച്ചിൽ പോയി പ്രയർ ലിസ്റ്റ് വെച്ച് ഓരോ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ദൈവം എന്നോട് കാണിച്ച കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഓർക്കുന്നു. മറ്റു യാതൊരു പൗലോസ് പറയുന്ന പോലെ യേശുവിനെ അല്ലാതെ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറയുന്ന പോലെ ആ മിനിസ്ട്രിയെ കുറിച്ചുള്ള മാത്രം ചിന്തകളും സഭാവിശ്വാസികളെ കുറിച്ചുള്ള പ്രാർത്ഥന കൺസേൺസും അല്ലാതെ മറ്റൊന്നും അലട്ടാതെ ഇതിനു മുമ്പ് അത് പറയുമ്പോൾ ഞാൻ ദാസരഹള്ളി എന്ന് പറയുമ്പോൾ ദാസരഹള്ളി ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്മച്ചി വീട്ടിലുണ്ട്, മോളുണ്ട്, അവരുടെ കാര്യങ്ങളെ എപ്പോഴും വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലണം, അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇത് ഈ പാർശ്വേദിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേക പ്രസംഗങ്ങൾ തയ്യാറാക്കുവാനൊക്കെ ഇവിടെ നിന്നാണ് ആദ്യം ഞാൻ നേരത്തെ സൗമ്യ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിക്കാൻ പോകുന്നത്, ഭോപ്പാലിൽ പോകുന്നത്. ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പോകാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നത്. അത് ഓർത്തത് എൻ്റെ എല്ലാ സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ കരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര ഇമോഷണൽ ആകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ ആരും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വാക്കുകൾ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ആർക്കും ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അഥവാ അങ്ങനെ ആർക്കെങ്കിലും ഒരു മുറിവുണ്ടായെന്ന് തോന്നുന്നെങ്കിൽ ദൈവനാമത്തില് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്കായിട്ട് നിങ്ങൾ ദൈവവചനത്തിൽ വളരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് എപ്പോഴും മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ള ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ കാരണം ഞാൻ പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഏറ്റവും പൊട്ട പിള്ളേരെയാണ്. 3 പ്രാവശ്യം 10ാം ക്ലാസ് തോറ്റ പിള്ളേര്, അല്ലെങ്കിൽ 4ാമത്തെ പ്രാവശ്യം അപ്പിയർ ചെയ്യുന്ന. അപ്പം എൻ്റെ മേലാണ് ഈ പിള്ളേരെ എങ്ങനെയും ജയിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ക്ഷമയുടെ അങ്ങേയറ്റത്തെ ക്ഷമ വേണം എനിക്ക് ഈ പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചെടുക്കുവാൻ. അങ്ങനെ സൗമ്യതയും ക്ഷമയും ഒക്കെ ദൈവം മോശയെ ആടുകളുടെ ഇടയിൽ വിട്ട് ക്ഷമ പഠിപ്പിച്ചെന്ന് പറഞ്ഞ പോലെയായിരുന്നു എന്നെയും ദൈവം ട്രെയിൻ ചെയ്തെടുത്തത്. എല്ലാ നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച സ്നേഹത്തിന്, കരുണയ്ക്ക്, എല്ലാത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഇനി അധികം സമയമില്ലല്ലോ. വളരെ വേഗത്തിൽ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിലും സമയക്കുറവ് കൊണ്ട് ഞാനിതിന് തുനിയുന്നില്ല. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യം വായിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഹരിബ്രദറിന്റെ ഇവാഞ്ചലിസ്റ്റ് ഓർഡിനേഷനോട് അനുബന്ധിച്ച് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് അവർക്ക് വേണ്ടി പറഞ്ഞായിട്ടുള്ള ഒരു വാക്യമാണ്. അത് വായിപ്പാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യമാണ് നിങ്ങളൊക്കെയും ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്ന ദൈവത്തിന് സ്തോത്രം. Enlarge the place of your tent and let them stretch out the curtains of your dwellings. Do not spare. Lengthen your cords and strengthen your stakes. ദൈവത്തിന് സ്തോത്രം. അറിയാം, ഇത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതായിട്ടുള്ള ജനത്തോട് പ്രവാചകൻ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ എന്ത് ചെയ്യുക? വിശാലമാക്കുക. ദൈവത്തിന് സ്തോത്രം. Enlarge the place of your tent. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലം എന്ത് ചെയ്യുക? അല്പം ഒന്ന് വിശാലമാക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനു മുൻപ് ഞാൻ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ നാളുകളില് ദൈവം നിങ്ങളുടെ കൂടാരങ്ങളില് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കൂടാരത്തിനകത്ത് തന്നെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. കൂടാരങ്ങൾക്കകത്ത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. God is calling you to prepare for more. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ കാര്യങ്ങളെ, കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തരുവാൻ വേണ്ടി നമ്മളെ ദൈവം എന്ത് ചെയ്യാണ്? ഒരുക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് വിശാലമാക്കണം, നമ്മുടെ സ്വപ്നങ്ങളെ ഒന്ന് വിശാലമാക്കണം,
അതുപോലെ കൂടുതൽ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുവാനായിട്ട്, നമ്മുടെ സ്വപ്നങ്ങളെ ഒന്ന് വിശാലമാക്കുവാനായിട്ട്, നമ്മുടെ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിലെ പുതിയതൊന്നിനായിട്ട് സ്ഥലം ഒരുക്കുവാനായിട്ടാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ കാര്യത്തിന് വേണ്ടി, സംതിങ് ദാറ്റ് റിക്വയർ മോർ സ്പേസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു പുതിയ കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെന്ത് ചെയ്യണം? നിന്റെ കൂടാരത്തിന്റെ അതിരുകളെ നീ എന്ത് ചെയ്യുക? വിശാലമാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയുന്നത് ഒരുപക്ഷെ എന്ത് ചെയ്യാം? ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വലി ആയിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം. ഈ കാര്യങ്ങളിലൊക്കെ ദൈവം നമുക്ക് എന്ത് ചെയ്യാൻ പോവുകയാണ്? പുതിയതൊന്നും ചെയ്യുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നാം എന്ത് ചെയ്യാൻ? സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കൂടാരത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടത് എന്താണ്? നാം കൂടാരത്തിന്റെ അതിരുകളെ എന്ത് ചെയ്യുക? വിശാലമാക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നീ എന്ത് ചെയ്യുക? ഒന്ന് വിശാലമാക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വിശാലത വരുത്തുവാനായിട്ട്, ദൈവം വിശാലത വരുത്തുവാനായിട്ട് നാം ആഗ്രഹിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? അത് ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് പറയുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചെറുതാണെന്ന്, ഈ വിഷയത്തിൽ ഞാൻ തീരെ ചെറുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങള്, ഈ വിഷയത്തില് എന്റെ അവസ്ഥ വളരെ ഒരു കുറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ദൈവം എനിക്കൊരു വിശാലത തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിറക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്ട്രെച്ച് ഔട്ട് ദ കർട്ടൻസ് ഓഫ് യുവർ ഡ്വെല്ലിങ്സ്. എന്ത് ചെയ്യണം? തിരശീലകളെ ഒന്ന് നീട്ടി എന്ത് ചെയ്യണം? വ്യാപിപ്പിക്കണം. ഒന്ന് നീട്ടണം. സ്ട്രെച്ച് ഔട്ട് ദ കർട്ടൻസ്. ഈ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്ട്രെച്ചിങ്, വലിച്ചു നീട്ടുക എന്ന് പറയുന്ന അനുഭവം, അതൊരു ഡിസ്കംഫർട്ടാണ്. ബട്ട് വളർച്ചയ്ക്ക് അത് വളരെ അത്യാവശ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നെസസറി. നമുക്കറിയാം, ഈ കൊച്ചു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അതിനെ കുളിപ്പിക്കുവാനായിട്ട് വരുന്നവർ എന്ത് ചെയ്യും? അതിന്റെ കാലിലും കയ്യിലും ഒക്കെ എണ്ണയൊക്കെ തൂത്ത് കാലും കയ്യും ഒക്കെ ഇങ്ങനെ വലിച്ചു നിവർത്തുന്ന സ്ട്രെച്ചിങ് അല്ലെ? സ്ട്രെച്ചിങ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? വളർച്ചയുണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെയും ദൈവം എന്ത് ചെയ്യാണ്? സ്ട്രെച്ചിങ് ചെയ്യാൻ നമ്മളോട് പറയാണ്. നിന്റെ എന്ത് ചെയ്യുക? കൂടാരത്തിന്റെ അല്ലെങ്കിൽ നിന്റെ കർട്ടനുകളെ, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ എന്ത് ചെയ്യുക? നിവർക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്ട്രെച്ച് ഔട്ട്. നമ്മുടെ ഈ കംഫർട്ട് സോണിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് പുറത്താക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കർത്താവിന് വേണ്ടി ചെയ്യിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ നാം എന്ത് ചെയ്യണം? ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യണം. സ്ട്രെച്ച് ഔട്ട് ദ കർട്ടൻസ് ഓഫ് യുവർ ഡെല്ലിങ്സ്. പ്രൈസ് ദി ലോർഡ്. ആ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസ്കംഫർട്ട് ആണ്. പക്ഷെ വളർച്ചയ്ക്ക് അത് കൂടിയേ ഒക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഗ്രോത്ത് ഡസന്റ് കം വിത്തൗട്ട് സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? വളർച്ച ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് അസൗകര്യമാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിയിരിക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്നിട്ട് നമ്മളെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങളിലാണ് സ്ട്രെച്ച് ഔട്ട് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളോട് പറയുന്നത്? കർത്താവിന് വേണ്ടി സമയം കൊടുക്കുന്ന കാര്യത്തിൽ ആ സമയത്തിന്റെ ആ ലെങ്ത് അതൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യാനായിട്ടാണോ ദൈവം പറയുന്നത്? അതോ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ അതിന്റെ ആ അളവിൽ അതൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുവാനായിട്ടാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അതല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ അളവ് അതൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യുവാനായിട്ടാണോ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? അപ്പോൾ സ്ട്രെച്ച് ഔട്ട് ദ കർട്ടൻസ് ഓഫ് യുവർ ഡ്വെല്ലിങ്സ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത്, തടുത്തു കളയരുത്. ഡു നോട്ട് സ്പെയർ, ഡോണ്ട് ഹോൾഡ് ബാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് നാം കർത്താവിന്റെ മുമ്പാകെ നമ്മെ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? ലിമിറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
മഹത്തായ കാര്യങ്ങള്, അതിശയകരമായ കാര്യങ്ങള് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ദൈവം തയ്യാറാണ്. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു സ്പേസ് നാം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അതിമഹത്തായ, ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിന് അതിശയകരമായ ചില കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കമാണ്. പക്ഷെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ കുഞ്ഞു ബുദ്ധിക്കകത്ത് ദൈവത്തെ ഒതുക്കി കളയുവാനായിട്ട് നാം ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അനേകം അസംഖ്യമായ കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത, നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്ത അനേക കാര്യങ്ങള് കർത്താവിന് നമുക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് കഴിയും. നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പറയുന്നത് ലെങ്തൻ യുവർ കോട്സ്. നിന്റെ കയറുകൾ എന്ത് ചെയ്യുക? നീട്ടുക. നമുക്കറിയാം കൂടുതൽ ചെറുതാണ്. അതെന്താണ്? മരുഭൂമിയിൽ ഒരു നൊമാഡിക് പീപ്പിൾ ആണ്. ഈ നൊമാഡിക് പീപ്പിൾ മരുഭൂമിയിൽ ചെല്ലുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. അപ്പോൾ ഈ കൂടാതെ വിശാലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ കുറ്റികളെ കുറെ നാല് സൈഡിലേക്ക് എന്ത് ചെയ്യണം? കുറ്റികളെ വലിച്ച് എന്ത് ചെയ്യണം? നീക്കണം. അതെങ്ങനെയാ സാധിക്കുന്നത്? കയറ് കൊണ്ടാണ്. അപ്പോൾ ഈ കയറ് നീട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൂടാരം വിശാലമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയറുകളെ നീട്ടുക. നിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന മേഖലകളെ ഒന്ന് നീട്ടുവാനായിട്ട് ഈ നാളുകൾ ഇടയായി തീരട്ടെ. നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകള് അതിലേക്ക് ആ കയറുകളെ ഒന്ന് വിശ്വാസത്തോടെ നീട്ടുവാനായിട്ട് ഇടയായി തീരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ മേഖലകള് അതിന്റെ അതിരുകൾ ഒന്ന് വിശാലമായി തീരുവാനായിട്ട് ഇടയായി തീരത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ ആവശ്യമുള്ള, നിങ്ങളുടെ സേവനം ആവശ്യമുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ആവശ്യമുള്ള ആ സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് അത് നീട്ടുവാനായിട്ട് ഇടയായി തീരട്ടെ. ലെങ്തൻ യുവർ കോട്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതെന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? Are you ready for your impact to go further than before? ഇന്നുവരെ സ്വാധീനിച്ചിരുന്ന ആ മേഖലയിൽ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് നിങ്ങൾ ഒരുക്കമാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ എന്റെ ആ സർക്കിളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടല്ല. ഇന്നുവരെ നിങ്ങൾ ചെയ്തതിനേക്കാൾ, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒക്കെ നിങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? അതിനേക്കാൾ ഒരു പടി കൂടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പടി കൂടെ മുന്നോട്ട് നിങ്ങൾക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് പറയുന്നതിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്ട്രെങ്തൻ യുവർ സ്റ്റേക്സ്. കുറ്റികളെ ഉറപ്പിക്കുക. ഈ വളർച്ചയൊക്കെ സാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ കുറ്റികൾ എന്ത് ചെയ്യുക? ഇളകിപ്പോയാൽ കൂടാരം മറിഞ്ഞു പോകും. അപ്പൊ വളർച്ചയോടൊപ്പം എന്ത് ചെയ്യണം? ആഴമുള്ള ആത്മീയ അടിസ്ഥാനം ആവശ്യമാണ്. ഈ കുറ്റി മണ്ണിൽ നല്ല നിർത്തിയെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ്. നീട്ടിയത് കൊണ്ടോ, കൂടാരത്തിന്റെ കർട്ടൻസ് എന്ത് ചെയ്യാൻ വിശാലമാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ട് എന്ത് ചെയ്യണം? കുറ്റികളെ ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഒക്കെ ആത്മീയ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? കുറ്റികളെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിതൗട്ട് സ്ട്രോങ് സ്റ്റേക്സ് ദ ടെന്റ് വിൽ കൊളാപ്സ്. കുറ്റികളെ മണ്ണിൽ എങ്കിൽ ഈ എന്ത് ചെയ്യും? കൂടാരം മറിഞ്ഞു വീഴുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ എന്തൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കുറ്റികളെ ഉറപ്പിക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ചില സ്പിരിച്വൽ പ്രാക്ടീസസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും അല്ല. നമ്മളെ പൂർവ്വം അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്കറിയാം, എക്സസൈസ് ചെയ്യുന്നത് പ്രാക്ടീസ് ആണ്, അല്ലെ? ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യുന്നതല്ല. പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുക, ദൈവവചന പഠനത്തിൽ നാം എന്ത് ചെയ്യണം? മുഴുകുവാൻ. ഇങ്ങനെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കുറ്റികളെ ഉറപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുക? വിശ്വാസത്തില് സമ്പന്നതയുള്ളവരായി വളരുവാൻ തക്കോണം കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ നാളുകളില് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സഹായിക്കട്ടെ. നിങ്ങളുടെ കൂടാരത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിക്കുക.
ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളിലെ കൂടുതൽ സമ്പന്നരായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം മടിപ്പാകത്തുള്ള എല്ലാ സഹോദരിമാരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നുള്ള പോലെയല്ല, ഇതിനേക്കാൾ കുറെ കൂടെ ആത്മീയ വളർച്ചയുള്ളവരായി, സഹന ശക്തിയുള്ളവരായി, താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവസാനമായി എന്റെ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച ആ ഫിലിപ്പിയ ലേഖനത്തിലെ ആ ഒരു പ്രാർത്ഥനാ വാചകം ഉരുവിട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിന്ന് വിരമിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9 തുടങ്ങി 11 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് ഞാൻ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകേണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലയും ഇടർച്ചയില്ലാത്തവളും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവളുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായി തീരട്ടെ. ദൈവം നിങ്ങളേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ